അന്നൊരു ദിവസം സന്ധ്യാസമയത്താണ് അവൻ വീട്ടിലേക്ക് കയറി വന്നത്. മുറ്റത്തെത്തിയപ്പോൾ തന്നെ കാണുന്നത് അവനെ കാത്തെന്ന പോലെ ഇരിക്കുന്ന അവളെയാണ്. അവളെ കണ്ടതും അവൻ്റെ ഉള്ളിലൊരു പുച്ഛം നിറഞ്ഞു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ അവൻ അവളെ കാണാത്തതുപോലെ അകത്തേക്ക് നടന്നു. അതൊരു പതിവ് കാര്യമായതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്തൊരു നിർവികാരതയാണ് തോന്നിയത്. അവൻ പോയ വഴിയെ നോക്കി അവളൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അകത്തേക്ക് നടന്നു. അവൾ അകത്തേക്ക് ചെല്ലുമ്പോൾ അവൻ ജനലിനോരം നിന്ന് അവൻ്റെ ഫോണിലെന്തോ നോക്കുകയാണ്. അവൻ്റെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി പറ്റിപ്പിടിച്ചു നിൽപ്പുണ്ട്. ഒരു നിമിഷം അവൾ അതിലേക്ക് തന്നെ നോക്കി നിന്നു. ഇവിടെ വന്നതിനു ശേഷം അവൻ്റെ മുഖത്ത് ഇതുപോലൊരു പുഞ്ചിരി താൻ കണ്ടിട്ടേയില്ലെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്നാണവൻ തിരിഞ്ഞു നോക്കിയത്. വാതിൽക്കൽ നിൽക്കുന്ന അവളെ കണ്ടതും അവൻ്റെ മുഖത്തെ തെളിച്ചം മാഞ്ഞു. ചുണ്ടിലെ പുഞ്ചിരി നിന്നു. കാർമേഘം പോലെ അവൻ്റെ മുഖം കറുത്തിരുണ്ടു. നാശം, മനുഷ്യന് ഒരു സമാധാനവും തരില്ലെന്നുണ്ടോ? എന്തിനാ എപ്പോഴും എൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നേ? അവൻ വല്ലാത്തൊരു അരിശത്തോടെ അവളോട് ചോദിച്ചു. അത് ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കാൻ അവൾ ഒരു തരം വെപ്രാളത്തോടെ പറഞ്ഞൊപ്പിച്ചു. എനിക്ക് ചായ വേണമെങ്കിൽ ഞാൻ അമ്മയോട് ചോദിച്ചോളാം. അതിനായി നീ ബുദ്ധിമുട്ടണമെന്നില്ല. മാറി നിൽക്ക് അങ്ങോട്ട്. അതും പറഞ്ഞ് അവളെ ഒരു ഭാഗത്തേക്ക് തട്ടി മാറ്റിക്കൊണ്ട് അവൻ മുറിയിൽ നിന്നും ധൃതിയിൽ പുറത്തേക്കിറങ്ങി. രണ്ട് കണ്ണും നിറച്ചുകൊണ്ട് അവൻ പോകുന്നതും നോക്കി അവൾ നിന്നു. പിന്നെ ഇരു കൈകൾ കൊണ്ടും കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ തിരിഞ്ഞതും കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന അവൻ്റെ അമ്മ സുഭദ്രാമ്മയെയാണ്. അവൾ അവർക്ക് നേരെ ഒരു വിളറിയ ചിരി കൊടുത്തു. പക്ഷേ ആ ചിരിക്ക് പിന്നിലെ നോവ് അവർക്ക് നന്നായി അറിയാമായിരുന്നു. ഇങ്ങ് വാ, അവരവളെ കൈകൊണ്ട് മാടി വിളിച്ചു. അവൾ വേഗം അവർക്കരികിലേക്ക് നടന്നു. സാരല്ല അമ്മു, സങ്കടപ്പെടണ്ട. ഇന്നെന്തായാലും അമ്മ അവനോട് ഒന്നുകൂടി സംസാരിക്കുന്നുണ്ട്. എന്താ അവൻ്റെ തീരുമാനം എന്നറിയട്ടെ. എന്നിട്ട് വേണം എനിക്ക് ചിലത് തീരുമാനിക്കാൻ. അവരവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ടമ്മേ, അഖിലേട്ടനോട് ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട. കുറച്ചുകൂടി ഞാൻ കാത്തിരിക്കാം. എന്നിട്ടും ഇതുപോലെ തന്നെയാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. ഇപ്പോൾ തൽക്കാലം ഒന്നും ചോദിക്കേണ്ട. അവൾ അവരുടെ കണ്ണുകളിൽ നോക്കി ദയനീയമായി പറഞ്ഞു. പിന്നെ പതിയെ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അവൾ ധൃതിയിൽ അടുക്കളയിലേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ സുഭദ്രാമ്മയുടെ മനസ്സ് നീറിപ്പുകഞ്ഞു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഇന്ന് അവളുടെ ജീവിതം ഇങ്ങനെയാകാൻ താനാണ് കാരണക്കാരി. അവളെ അടുത്തറിഞ്ഞപ്പോൾ തൻ്റെ മകനൊരു കൂട്ടായി അവളെ വേണമെന്ന് ആഗ്രഹിച്ചു പോയി. അതിനേക്കാളുപരി ആർക്കും അവളെ വിട്ടുകൊടുക്കാതെ സ്വന്തം മകളായി അവളെ ചേർത്ത് പിടിക്കാൻ അവർക്ക് വല്ലാത്തൊരു മോഹം തോന്നിയിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ ഒരേയൊരു മകൻ അഖിലിനെ കൊണ്ട് അവരവളെ വിവാഹം കഴിപ്പിച്ചത്. അഖിലിന് സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ അത് പ്രവർത്തിക്കുന്നുമുണ്ട്. സുഭദ്രാമ്മ LP സ്കൂൾ ടീച്ചറായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി. അവരുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപേ മരിച്ചു പോയതായിരുന്നു. അതിനുശേഷം മകനെ പഠിപ്പിച്ചതും വലുതാക്കിയതുമെല്ലാം സുഭദ്രാമ്മ ഒറ്റയ്ക്കാണ്. സുഭദ്രാമ്മയുടെ കൂട്ടുകാരിയുടെ മകളാണ് അമൃത എന്ന അമ്മു. വർഷങ്ങൾക്ക് ശേഷം അവരെ കണ്ടുമുട്ടുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. തൻ്റെ പ്രിയ കൂട്ടുകാരിക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോൾ സുഭദ്രാമ്മ തകർന്നു പോയിരുന്നു. അവരുടെ കൂടെയുണ്ടായിരുന്നത് അമ്മു മാത്രമായിരുന്നു. അമ്മുവിൻ്റെ അച്ഛൻ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് മരിച്ചത്. അറ്റാക്കായിരുന്നു. ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോഴും അവർ പിടിച്ചു നിന്നത് തൻ്റെ മകൾക്ക് കൂട്ടിന് അവളുടെ അച്ഛനുണ്ടല്ലോ എന്നൊരു ധൈര്യത്തിലായിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ അയാളുടെ മരണം അവരെ ശരിക്കും തകർത്തു കളഞ്ഞിരുന്നു. കുടുംബമെന്ന് പറയാൻ ഒരുപാട് പേരുണ്ടെങ്കിലും രോഗിയായതിൽ പിന്നെ എല്ലാവരും കുറച്ചൊരു അകൽച്ചയിലാണ്. അവരും അവരുടെ മകളും ഒരു ഭാരമായി തീരുമോ എന്നൊരു പേടി. ആ ഒരു മനപ്രയാസത്തിലിരിക്കുമ്പോഴാണ് സുഭദ്രാമ്മ അവരെ കാണുന്നത്. ഒരൊറ്റ നോട്ടത്തിലെ സുഭദ്രാമ്മയുടെ മനസ്സിൽ അമ്മു കയറി കൂടിയിരുന്നു. അമ്മയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന വാടിത്തളർന്ന അവളുടെ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ അവർക്ക് അവളോട് വല്ലാത്തൊരു വാത്സല്യം തോന്നി. പിന്നീട് അവരുടെ കൂടെ എല്ലാ കാര്യത്തിനും സുഭദ്രാമ്മയും ഉണ്ടായിരുന്നു. അമ്മുവിനെക്കുറിച്ചുള്ള ആദിയായിരുന്നു അവർക്ക് എപ്പോഴും സുഭദ്രാമ്മയോട് പറയാനുണ്ടായിരുന്നത്. ഇനിയധികം ആയുസ് ബാക്കിയില്ലെന്ന് ഉറപ്പായ സമയത്താണ് സുഭദ്രാമ്മ അവളെ അവരുടെ മകനു വേണ്ടി ആലോചിച്ചത്. മകളെ ഈ ഭൂമിയിൽ തനിച്ചാക്കി പോകേണ്ടി വരുമല്ലോ എന്ന ഭാരത്തോടെ ഇരുന്ന അവർക്ക് ആ വാക്കുകൾ അങ്ങേയറ്റം ആശ്വാസമായിരുന്നു. അഖിലിനോട് ചോദിച്ചപ്പോൾ അവൻ ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് സുഭദ്രാമ്മയുടെ നിർബന്ധത്തെ തുടർന്ന് അവൻ സമ്മതിച്ചു. അവളുടെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിലായിരുന്നു അവളുടെ വിവാഹം.
അമ്മ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ ഒരു കല്യാണത്തിനൊന്നും അവൾ ഒട്ടും തയ്യാറല്ലായിരുന്നു. എന്നാൽ അമ്മയുടെ നിർബന്ധത്തെ തുടർന്നാണ് അവൾ രജിസ്റ്റർ മാരേജിന് സമ്മതിച്ചത്. വിവാഹം കഴിഞ്ഞു ഒരാഴ്ച തികയുന്നതിനു മുൻപേ അവളുടെ അമ്മ മരിച്ചിരുന്നു. എങ്കിലും തൻ്റെ മകൾക്ക് ഒരു ജീവിതമായല്ലോ എന്നൊരാശ്വാസത്തോടെയാണ് അവർ കണ്ണടച്ചത്. എന്നാൽ അവൻ്റെ ഉള്ളിൽ അവളോട് ഇത്രയും ഇഷ്ടക്കേടുണ്ടാകുമെന്ന് സുഭദ്രാമ്മ ഒരിക്കലും കരുതിയിരുന്നില്ല. അവരുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം 2 മാസത്തോളമായിരിക്കുന്നു. ഇതുവരെയും അവൻ അവളുടെ മുഖത്തേക്ക് ഒന്ന് സ്നേഹത്തോടെ നോക്കിയിട്ട് പോലുമില്ല. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റമാണ്. വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം അവൻ അവളോട് ദേഷ്യപ്പെടും. എന്നാൽ അവൾ ഒന്നിനും പ്രതികരിക്കാറില്ല. എല്ലാം കണ്ടും കേട്ടും സഹിച്ച് അവൾ അങ്ങനെ നിൽക്കും. 1-2 വട്ടം സുഭദ്രാമ്മ അവനോട് ഇതേപ്പറ്റി ചോദിച്ചതാണ്. എന്നാൽ അപ്പോഴെല്ലാം അവൻ അവർക്ക് നേരെയും ശബ്ദമെടുത്ത് അവരുടെ ചോദ്യങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവൻ്റെ ജീവിതത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് അവളുടെ ജീവിതം കൂടി തകർത്തെന്ന കുറ്റബോധമാണ് സുഭദ്രാമ്മയ്ക്കിപ്പോൾ. അടുക്കളയിലെത്തിയിട്ടും അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം പോലെ. നെഞ്ച് പൊട്ടിക്കരയാനുള്ള അത്രയും സങ്കടം തൊണ്ടക്കുഴിയിൽ വന്നു നിൽക്കുന്നത് പോലെ. ഒന്നും വേണ്ട, ആർക്കും ഭാരമാകാതെ, ആരുടെ ജീവിതത്തിലും കടിച്ചു തൂങ്ങി നിൽക്കാതെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തേക്ക് പോയാൽ മതിയെന്ന് അവൾക്ക് തോന്നി. പക്ഷേ സുഭദ്രാമ്മ, കുറച്ചു ദിവസങ്ങളുടെ പരിചയം മാത്രമേ തമ്മിലുള്ളൂ എങ്കിലും എന്തോ അവരോട് വല്ലാത്ത ഒരടുപ്പം തോന്നുന്നത് പോലെ. അധികം ചിന്തിച്ചു കൂട്ടാൻ നിൽക്കാതെ വേഗത്തിൽ ചായ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി അമ്മയുടെ അടുത്തേക്ക് അവൾ നടന്നു. അമ്മേ, ഇതാ ചായ. ഏട്ടൻ വരുമ്പോൾ അമ്മ തന്നെ കൊടുത്താൽ മതി. അവൾ അത്രയും പറഞ്ഞ് അവരുടെ കയ്യിലേക്ക് ചായ ഗ്ലാസ് വെച്ച് കൊടുത്തുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ദിവസങ്ങൾ പതിയെ കടന്നുപോയി. അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് അമ്മു തന്നെയാണ്. അവൻ്റെ മാത്രമല്ല, ആ വീട്ടിലെ ഓരോ ചെറിയ ജോലികളിൽ പോലും അവളുടെ കൈകൾ എത്തുമായിരുന്നു. സുഭദ്രാമ്മയ്ക്ക് അവൾ എന്നത് ഏറെ ആശ്വാസമായിരുന്നു. പെറ്റമ്മയ്ക്ക് തുല്യമാകില്ലെങ്കിലും അവളുടെ ജീവിതത്തിലെ വലിയ ഏകാന്തതയെ മറികടക്കാൻ സുഭദ്രാമ്മയിലൂടെ അവൾക്ക് സാധിച്ചിരുന്നു. ഒരു മുറിയിലാണ് അവർ കിടക്കുന്നതെങ്കിലും യാതൊരു അടുപ്പവും അവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല. അവൻ വലിയ ബെഡിൽ വിസ്തരിച്ചു കിടക്കുമ്പോൾ അവൾ തറയിലൊരു മൂലയിലായി ചുരുണ്ടുകൂടും. രാത്രിയിൽ ആ പായയിൽ ചുമരിനു നേരെ തിരിഞ്ഞു കിടക്കുമ്പോഴാണ് അവൾ അവളുടെ സങ്കടങ്ങളെ ഒഴുക്കിവിടുന്നത്. എന്നും ചിന്തകളുടെ സഞ്ചാരം ഒരേ ദിശയിലായിരിക്കും. എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം? ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് മറ്റൊരാളുടെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നാണം കെട്ട് ജീവിക്കുന്നത്? കണ്ണുകൾ നിറഞ്ഞൊഴുകിയതും അവൾ പതിയെ തലയുയർത്തി കട്ടിലിന് നേരെയൊന്ന് നോക്കി. അവൻ മലർന്നാണ് കിടക്കുന്നത്. കയ്യിൽ പിടിച്ച ഫോണിൽ നിന്നുള്ള വെളിച്ചത്തിൽ അവൻ്റെ മുഖം വ്യക്തമായി കാണാം. നിറഞ്ഞ പുഞ്ചിരിയാണ് മുഖത്ത്. അതിൽ നിന്നും തന്നെ ആൾ നല്ല സന്തോഷത്തിലാണെന്ന് മനസ്സിലാവും. ഹൃദയം നിറഞ്ഞു കവിയുന്നൊരു സങ്കടം തൊണ്ടക്കുഴിയിൽ വന്നു നിൽക്കുന്നത് പോലെ. അവയെ നിശബ്ദമായി പുറത്തേക്കൊഴുക്കി വിട്ടുകൊണ്ട് അവൾ കൈകൾ രണ്ടും തലയ്ക്കടിയിൽ വെച്ച് ചെരിഞ്ഞു കിടന്നുകൊണ്ട് ഇരു കണ്ണുകളും മെല്ലെ അടച്ചു. കുറച്ചു കഴിഞ്ഞതും തൻ്റെ അരികിലൂടെ അഖിൽ നടന്നുപോയത് അവൾ അറിഞ്ഞു. വെറുതെ കണ്ണടച്ച് കിടന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് പോകുന്നത് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായിരുന്നു. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. വലംകൈ നെറ്റിത്തടത്തിനു മുകളിൽ വെച്ചവൾ വെറുതെ മേലോട്ട് നോക്കിക്കിടന്നു. ഹൃദയത്തിൽ അപ്പോൾ എന്താണ് തോന്നുന്നതെന്ന് അവൾക്ക് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. ഏകദേശം 1 മണിക്കൂറിനടുത്തായി അവൻ പുറത്തേക്ക് പോയിട്ട്. ഇവിടെയില്ലേ? ഇനി പുറത്തു പോയോ? അവൾ ചിന്തിച്ചു. ആ ഒരു ചിന്തയോടെ തന്നെയാണ് അവൾ എഴുന്നേറ്റിരുന്നത്. അഴിഞ്ഞു വീണ നീളൻ മുടി ഒന്നാകെ എടുത്ത് അമ്മക്കെട്ട് കെട്ടിവെച്ചു. ശേഷം പുറത്തു പോയി നോക്കണോ നോക്കണ്ടേ എന്നൊരു ചിന്തയിൽ കുറച്ചു സമയം ഇരുന്നു. പിന്നെ പതിയെ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് നടന്നു. വാതിൽക്കൽ എത്തിയപ്പോഴാണ് പുറത്തെ ഓപ്പൺ ബാൽക്കണിയിൽ നിന്നും ചെറിയൊരു അനക്കം പോലെ തോന്നിയത്. പതിയെ കാലുകൾ അവിടേക്ക് പെറുക്കി വെച്ച് നടന്നു. ബാൽക്കണിയിലെ ലൈറ്റ് ഇട്ടിട്ടില്ല. എങ്കിലും പുറത്തെ നിലാവിൽ അവിടെയുള്ള ഇരുട്ട് മുഴുവനും പതിയെ മാഞ്ഞു പോയിരുന്നു. ഇപ്പോൾ അവിടം വ്യക്തമായി കാണാം. സൈഡിലായി ഒരുക്കിയിട്ടിരിക്കുന്ന ആട്ടുകട്ടിലിരുന്ന് അഖിൽ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. വളരെ പതിയെയാണ് അവൻ്റെ സംസാരം. അതും ആ സമയത്ത് അങ്ങനെയൊരു കോൾ. അവൾക്കാകെ വല്ലാത്തൊരു പ്രയാസം തോന്നി. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുപോലെ ഒരു സങ്കടം. അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ മനസ്സ് പറയുന്നുണ്ടെങ്കിലും കാലുകൾ ആരോ പിടിച്ചു കെട്ടിയിരിക്കുന്നു. അവൻ എല്ലാത്തിനും വെറുതെ മൂളിക്കേൾക്കുകയാണ്. പക്ഷേ ആ മൂളലിന് പോലും വല്ലാത്തൊരു പ്രത്യേകതയുണ്ടായിരുന്നു. വല്ലാതെ നേർത്തതുപോലെ. അവൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ കാതിൽ ആ ശബ്ദം അലയടിച്ചത്. നിത്യ.
അഖിലിൻ്റെ ആ ശബ്ദത്തിൽ അപ്പോൾ വല്ലാത്തൊരു വശ്യതയുള്ളതുപോലെ അവൾക്ക് തോന്നി. പറ അഖി. നിത്യയുടെ ശബ്ദവും അത്രമേൽ വശ്യമായിരുന്നു. ഇനിയും എനിക്ക് വയ്യ നിത്യ. എനിക്ക് നിന്നെ വേണം. എത്രയും പെട്ടെന്ന് എനിക്ക് നിന്നെ സ്വന്തമാക്കണം. എന്തോ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത്രമേൽ ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നു. പ്ലീസ്. അവൻ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു. നിത്യയുടെ പതുങ്ങിയുള്ള ചിരിയാണ് മറുപടിയായി വന്നത്. താനെന്താടോ ചിരിച്ചു കളഞ്ഞത്? ഞാൻ കാര്യമായി പറഞ്ഞതാണ്. എനിക്ക് തന്നെ വേണം. അവനത് പറയുമ്പോൾ മറുഭാഗത്ത് ഒരു പെണ്ണിനെ പുളകം കൊള്ളിക്കുകയാണെങ്കിൽ ഇവിടെയൊരു പെണ്ണിൻ്റെ നെഞ്ച് ചുട്ടുപൊള്ളുകയായിരുന്നു, ആളിക്കത്തുന്ന തീയിൽ വെന്തുരുകുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ വേഗം ഇങ്ങ് പോന്നേക്ക്. അവളത് പറഞ്ഞതും അഖിലിൻ്റെ ഉള്ളിൽ 1000 പക്ഷികൾ ഒരുമിച്ച് പറന്നുയരുന്നത് പോലെ അവന് തോന്നി. ശരിക്കും? അവൻ തെല്ലൊരു കൗതുകത്തോടെ തന്നെ ചോദിച്ചു. ആ, കാര്യമായിട്ടും. ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ ആരുമില്ല. എല്ലാവരും ഗുരുവായൂർക്ക് പോയിരിക്കുകയാ. നീ വേഗം വാ. എനിക്കും നിന്നെ വേണം അഖി. അവളത് പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യ്. ആ ഗേറ്റ് തുറന്നു വെച്ചേക്ക്. ഞാൻ ഉടനെ അങ്ങെത്താം. ബാക്കി കേൾക്കാൻ അമ്മുവിന് ശക്തിയുണ്ടായിരുന്നില്ല. മരവിച്ചു പോയ കാലുകൾ മെല്ലെ പെറുക്കി വെച്ചുകൊണ്ട് അവൾ പതിയെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയതും ഒരു പാവ കണക്കെ നിലത്തേക്ക് കിടന്നു. കാതിലിപ്പോഴും അവൻ്റെ വാക്കുകളാണ്. മറുഭാഗത്തു നിന്നും എന്താണ് പറഞ്ഞതെന്ന് കേട്ടില്ലെങ്കിലും കാര്യങ്ങളുടെ കിടപ്പ് എന്താണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. നെഞ്ചു പൊട്ടിപ്പിളരുന്നതുപോലെ അവൾക്ക് തോന്നി. തന്നെ ഒരിക്കലും ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ലെങ്കിലും തനിക്കവൻ ഭർത്താവ് തന്നെയാണ്. തൻ്റെ കഴുത്തിൽ താലി കെട്ടിയവൻ. ആ മനുഷ്യനാണ് ഇന്ന് മറ്റൊരാളുടെ കൂടെ. അവൾക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. തൻ്റെ കഴുത്തിൽ ചേർന്നു കിടക്കുന്ന താലിയിൽ അവൾ മുറുക്കെ പിടിച്ചു. അപ്പോഴേക്കും മുറിയിലേക്ക് നടന്നു വരുന്ന അവൻ്റെ കാലൊച്ച കേൾക്കാമായിരുന്നു. അവൾ വേഗത്തിൽ കണ്ണുകൾ ഇറുക്കെ അടച്ചതും നിറഞ്ഞു തുളുമ്പിയ കണ്ണീര് ചെവിത്തട്ടിന് പിറകിലേക്ക് ഒലിച്ചിറങ്ങി. മുറിയിലേക്ക് അവൻ വന്നതും ഡ്രസ്സ് മാറുന്നതുമെല്ലാം കണ്ണടച്ച് കിടന്നിട്ടും അവൾ അറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആരെയും മയക്കുന്നൊരു ഗന്ധം മുറിയിൽ നിറഞ്ഞത്. അവൻ്റെ ബോഡി സ്പ്രേക്ക് വല്ലാത്തൊരു മനം മയക്കുന്നൊരു ഗന്ധമാണ്. അവളുടെ നെഞ്ചിടിപ്പ് ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം ചെറിയൊരു മൂളിപ്പാട്ടോടെ അവൻ മുറിക്ക് പുറത്തേക്ക് പോയതും അവൾ പതിയെ കണ്ണു തുറന്നു. മെല്ലെ ജനലിനോരം ചെന്ന് നിന്നതും കണ്ടു അവൻ്റെ കാറ് ഗേറ്റ് കടന്നു പോകുന്നത്. കുറച്ചു നേരം അവൾ അത് നോക്കി നിന്നു. പിന്നീട് അവൾ ഒരു കരച്ചിലോടെ നിലത്തേക്ക് ഊർന്നിരുന്നു പോയി. കരച്ചിലിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാനായി അവൾ ഇരു കൈകൊണ്ടും വാ പൊത്തിപ്പിടിച്ചു കരഞ്ഞു. അവൻ്റെ വണ്ടി നേരെ ചെന്നു നിന്നത് നിത്യയുടെ വീടിൻ്റെ ഗേറ്റിന് മുൻപിലാണ്. അവൻ പറഞ്ഞതുപോലെ അവൾ ഗേറ്റിൻ്റെ ലോക്ക് തുറന്നു വെച്ചിരുന്നു. വണ്ടി അകത്തേക്കെടുക്കാമോ? അവൻ അവളെ ഫോൺ ചെയ്തതും ചോദിച്ചു. എടുത്തോ, കുഴപ്പമില്ല. അവൾ മറുപടി പറഞ്ഞതും അവൻ ഫോൺ വെച്ചുകൊണ്ട് വണ്ടി അകത്തേക്കെടുത്ത് ഒരു മൂലയിലായി ഒതുക്കി നിർത്തി. അവൻ പതിയെ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറിയതും വാതിൽ തുറന്നിരുന്നു. സിറ്റൗട്ടിലെ ലൈറ്റ് ഇട്ടിട്ടില്ല. ലിവിംഗ് റൂമിലെ LED ബൾബുകളുടെ വെളിച്ചം അവിടമാകെ നിറഞ്ഞു നിൽപ്പുണ്ട്. ആ വെളിച്ചത്തിന് നടുവിൽ നിൽക്കുന്ന അവളെ കണ്ട് അഖിലൊരു നിമിഷം ഞെട്ടിത്തരിച്ചു പോയിരുന്നു. കറുത്ത നിറത്തിലുള്ളൊരു നെറ്റിൻ്റെ സാരിയായിരുന്നു അവളുടെ വേഷം. സ്ലീവ്ലെസ് കൈയുള്ള ആ ബ്ലൗസിൻ്റെ കഴുത്ത് അല്പമല്ല നല്ലതുപോലെ താഴ്ന്നിട്ടായിരുന്നു. തൂവെള്ള നിറത്തിലുള്ള അവളുടെ ശരീരം ആ സാരിക്കുള്ളിലൂടെ നന്നായി കാണാമായിരുന്നു. അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നുപോയി. അവിടെ തന്നെ നിന്നാലോ, ആരെങ്കിലും കാണും. അവൾ അവൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് വലിച്ചപ്പോഴാണ് അവന് സ്വബോധം വന്നത്. അവൾ പുറത്തേക്കൊന്ന് വെറുതെ നോക്കി വാതിൽ ലോക്ക് ചെയ്യുന്നത് അവനൊരു ചിരിയാലെ നോക്കി നിന്നു. വൺസ് മോർ? നഗ്നമായ ശരീരത്തോടെ അവൾ വീണ്ടും ചോദിച്ചതും അവൻ വീണ്ടും അവളിലേക്കമർന്നു. ഇഷ്ടത്തോടെയല്ലെങ്കിലും താൻ താലി കെട്ടിയൊരുത്തി തൻ്റെ വീട്ടിലിരിപ്പുണ്ടെന്ന് അവൻ ആ സമയം അത്രയും പൂർണ്ണമായും മറന്നിരുന്നു. ഞാൻ വീട്ടിൽ പറയട്ടെ? ഒട്ടൊരു നേരത്തിന് ശേഷം കിതപ്പോടെ അവളുടെ വയറിൽ മുഖം ചേർത്തു കിടക്കുമ്പോൾ അവൻ ചോദിച്ചു. എന്ത്? കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ അവൾ ചോദിച്ചു. നമ്മുടെ കല്യാണക്കാര്യം. അപ്പോ അവളോ? നിത്യ അത് ചോദിച്ചതും അഖിലിൻ്റെ മുഖത്തെ തെളിച്ചം മാഞ്ഞു. അവളെക്കുറിച്ചോർത്ത് നീ ടെൻഷൻ ആവണ്ട. താലി കെട്ടിയെന്ന ഒരു ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അമ്മയ്ക്ക് അതറിയാം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം വീട്ടിൽ. അല്ല, നിന്റെ വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ലാലോ അല്ലേ? അവനൊരു സംശയത്തോടെ അവളോട് ചോദിച്ചു. ഏയ്, ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞോളാം.
ഇനി സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് നിന്നെ കെട്ടിയല്ലേ പറ്റൂ. എൻ്റേതെല്ലാം ഞാൻ നിനക്ക് തന്നുപോയില്ലേ. അവളൊരു നാണത്തോടെ അവനോട് പറഞ്ഞതും അവൻ്റെ മുഖവും ചുവന്നുപോയി. കുറച്ചു നേരം കൂടെ അവളെയും കെട്ടിപ്പിടിച്ച് കിടന്ന ശേഷമാണ് അവൻ അവിടെ നിന്നും ഇറങ്ങിയത്. പോകാൻ നേരം അവളെ ചേർത്തു പിടിച്ച് നെറ്റിയിലൊരു മുത്തം കൊടുക്കാനും അവൻ മറന്നില്ല. അവൻ അവിടെ നിന്നും ഇറങ്ങിയതും അവൾ വാതിലടച്ച് മുറിയിലേക്ക് വന്നു. മുറിയിലെത്തിയ അവൾ നേരെ ചെന്ന് ഓഫാക്കി വെച്ച ഫോൺ എടുത്ത് ഓൺ ചെയ്തു. ശേഷം ഇന്ദ്രൻ എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഇന്ദ്ര, ഇന്നലെ നല്ല തലവേദനയായിരുന്നു, അതാ വിളിക്കാതിരുന്നത്. ഫോൺ എടുത്തതും അവൾ അതാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട്? നിനക്ക് ഒട്ടും വയ്യേ? ചോദിക്കുമ്പോൾ ഇന്ദ്രന്റെ ശബ്ദത്തിൽ അവളെക്കുറിച്ചുള്ള വെപ്രാളം നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പോൾ കുറവുണ്ട്. മരുന്ന് കുടിച്ച് ഒന്നുറങ്ങിയപ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്, അവൾ പറഞ്ഞു. എന്നാൽ ഫോണിൽ അധികം സംസാരിക്കേണ്ട, കിടന്നോ, മാറിയിട്ട് വിളിച്ചാൽ മതി. പോവല്ലേ ഇന്ദ്ര. അവൻ അതും പറഞ്ഞ് ഫോൺ വെക്കാൻ പോയതും അവൾ വേഗത്തിൽ ഇടയിൽ കയറി പറഞ്ഞു. അവളൊരു കൊഞ്ചലോടെ അത് പറഞ്ഞതും ഇന്ദ്രന്റെ ചുണ്ടിലൊരു വാത്സല്യത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞു. ഉറങ്ങിക്കോ അപ്പു, നിനക്ക് വയ്യാത്തതല്ലേ, അവനൊരു സ്നേഹം നിറഞ്ഞ ശാസനയോടെ പറഞ്ഞു. ഇന്ദ്ര, നീ ഒന്ന് ഇങ്ങ് വരുമോ? എനിക്ക് നിന്നെ കാണാൻ തോന്നുക. അവിടേക്കോ? അവനൊരു ഞെട്ടലോടെ തന്നെ ചോദിച്ചു. ആ, ഇവിടേക്ക് തന്നെ. ഇവിടെ ഇപ്പോൾ ആരുമില്ല. എനിക്ക് നിന്നെ ഒന്ന് കണ്ടാൽ മാത്രം മതി, അവളൊരു അപേക്ഷ എന്ന പോലെ അവനോട് പറഞ്ഞു. എന്നാൽ നീ വൈകിട്ടെങ്ങാനും പുറത്തേക്കിറങ്ങ്, നമുക്ക് കാണാം. അവൻ പറഞ്ഞതും അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ അവൾ വീണ്ടും പറഞ്ഞു. എനിക്ക് പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ലേ. നീ ഒന്ന് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് പൊയ്ക്കോ. എനിക്ക് നിന്നെയൊന്ന് കണ്ടാൽ മതി, പ്ലീസ്, അവൾ വീണ്ടും പറഞ്ഞതും അവൻ സമ്മതിച്ചു. എന്നാ രാത്രി വന്നാൽ മതി. ഇന്ന് എല്ലാവരും ഗുരുവായൂര് പോവുക. അതുകൊണ്ട് ആ സമയത്ത് ആരും ഇവിടെ ഉണ്ടാകില്ല. നിനക്ക് വന്നിട്ട് വേഗം പോകാം, അവൾ പറഞ്ഞതും അവൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അന്ന് അഖിൽ വീട്ടിലെത്തുമ്പോൾ ഉമ്മറത്ത് ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ ശബ്ദം കേട്ടതും അവൻ വെറുതെ ഒന്ന് അവിടേക്ക് എത്തി നോക്കി. അമ്മയാണ്. അമ്മയെ കണ്ടതും അവൻ വേഗം ശബ്ദമുണ്ടാക്കാതെ മുറിയിലേക്ക് നടന്നു. മുറിയിലും ആരുമില്ല. അമൃതയെ അവിടെ എങ്ങും കാണാതിരുന്നത് അവന് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നു അവന്. വിയർത്തൊട്ടിയ ശരീരത്തിന് ആശ്വാസമേകാനായി അവൻ വേഗത്തിൽ കുളിക്കാനായി കയറി. തണുത്ത വെള്ളം തലയിലൂടെ ഒലിച്ചിറങ്ങിയതും അവന് ശരീരം ഒന്നാകെ നീറുന്നതുപോലെ തോന്നി. എങ്കിലും ആ വേദനയ്ക്കും ഒരു സുഖമുണ്ടെന്ന് അവന് തോന്നി. മുറി അടിച്ചു വാരാനായി അമൃത മുറിയിലേക്ക് വന്ന സമയത്താണ് അവൻ കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയത്. അവളെ കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുച്ഛം നിറഞ്ഞു. അവൻ അവിടെയുള്ളത് അവൾ അറിഞ്ഞെങ്കിലും അവനെ കാണാത്തതുപോലെ അവൾ അവളുടെ ജോലി തുടർന്നു. അവൻ നേരെ വന്നു നിന്നത് കണ്ണാടിക്ക് മുൻപിലാണ്. ഒരു മുണ്ട് മാത്രമാണ് അവൻ്റെ വേഷം. അടിച്ചുവാരി നിവർന്നു നിന്ന അമൃത കാണുന്നത് അലമാരയിൽ നിന്നും ഡ്രസ്സ് എടുക്കുന്ന അവനെയാണ്. അവളുടെ നോട്ടം നേരെ ചെന്നു നിന്നത് അവൻ്റെ പുറത്ത് അവിടവിടെയായി ചുവന്ന നിറത്തിൽ തിണർത്തു കിടക്കുന്ന പാടുകളിലാണ്. എല്ലാം അറിയുന്നതുകൊണ്ട് തന്നെ അവൾക്കാകെ വല്ലായ്മ തോന്നി. പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. വേഗത്തിൽ തന്നെ അവൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. അലക്കാനെടുത്ത അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ കുടുങ്ങിക്കിടക്കുന്ന നീളൻ മുടിയിഴകൾ കയ്യിലെടുക്കുമ്പോൾ അവളുടെ കൈവിരലുകൾ വിറയ്ക്കുകയും കണ്ണുകൾ നിറയുകയും ചുണ്ടുകൾ വിതുമ്പുകയും ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന നേരത്ത് പോലും അന്നവൾ അവൻ്റെ മുൻപിലേക്ക് ചെന്നതേയില്ല. തന്നെ കാണുന്നത് പോലും അവന് ഇഷ്ടമല്ല. അതിനേക്കാളുപരി ദേഷ്യമാണെന്ന് പറയുന്നതാവും സത്യം. അവൻ്റെ ഒരു നോട്ടമെങ്കിലും ഒന്ന് കിട്ടാൻ താൻ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇന്നലെ ആ സംസാരം കേൾക്കുന്നതുവരെ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ആയുസ്. ആ നിമിഷം തൻ്റെ മനസ്സ് അവനിൽ നിന്നും പടിയിറങ്ങിയതാണ്. ഇന്നത്തോടെ എല്ലാം കൊണ്ടും തൃപ്തിയായി. ഇനി അവനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? അവൻ തന്നെ സ്നേഹിച്ചിട്ടില്ല, താനാണ് അവനെ സ്നേഹിച്ചത്. അതും അവൻ കെട്ടിയ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയെ ഓർത്തു മാത്രം. എന്നാൽ അവൻ്റെ മനസ്സിൽ ആ താലിക്ക് യാതൊരു വിലയുമില്ലാത്തിടത്തോളം താൻ മാത്രം എന്തിനാണ് ഒരു താലിയുടെ പേരിൽ അവനെ സ്നേഹിക്കുന്നത്? സ്നേഹിക്കുന്നവർ തമ്മിലാണ് ഒരുമിക്കേണ്ടതും ഒരുമിച്ച് ജീവിക്കേണ്ടതും. അതുകൊണ്ട് അവരൊരുമിച്ച് ജീവിക്കട്ടെ. അവർക്കിടയിലേക്ക് അറിഞ്ഞുകൊണ്ട് ഒരു ശല്യമായി താൻ ഒരിക്കലും പോകില്ല. അങ്ങനെ ഒരു തീരുമാനം അവൾ ഇന്നലെ രാത്രി തന്നെ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു. പക്ഷേ എങ്ങനെ ജീവിക്കും? എവിടെ നിന്ന് തുടങ്ങും? ആശ്രയിക്കാൻ തനിക്കിപ്പോൾ തൻ്റേതെന്ന് പറയാൻ ആരുമില്ല. ഒരു താങ്ങെന്ന് പറയുവാൻ ആകെയുള്ളത് സുഭദ്രാമ്മ മാത്രമാണ്.
അതും തൻ്റെ അമ്മ അവരുടെ പ്രിയ കൂട്ടുകാരി ആയതുകൊണ്ടാണ് അവർ തന്നെ അവരിലേക്ക് ചേർത്ത് പിടിച്ചത്. പക്ഷേ അവരുടെ മകന് താൻ ആരുമല്ലാത്തതുകൊണ്ട് തന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനും അവൾക്ക് മനസ്സ് വന്നില്ല. എങ്കിലും ജീവിക്കണം, തനിക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റൂ. കാരണം മരിക്കുന്നതുവരെ തന്നെ ഓർത്താണ് തൻ്റെ അമ്മ അത്രയേറെ വേദനിച്ചിട്ടുള്ളത്. ഇന്ന് ഈ ഭൂമിയിലില്ലെങ്കിലും ഏതോ ഒരു ലോകത്തിരുന്ന് അമ്മ തന്നെ കാണുന്നുണ്ടാകും. അമ്മ മാത്രമല്ല, തൻ്റെ അച്ഛനും. അതുകൊണ്ട് തന്നെ തനിക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസവും ധൈര്യവും വരുന്നതുപോലെ തോന്നി. അന്ന് രാത്രി അവൾ വെള്ളം നിറച്ച ജഗ്ഗുമായി മുറിയിലേക്ക് വരുമ്പോൾ അവൻ ഫോണിൽ എന്തോ നോക്കി ബെഡ് റെസ്റ്റിൽ ചാരിയിരിപ്പുണ്ട്. അവൾ മുറിയിലേക്ക് കയറി വന്നത് അറിഞ്ഞെങ്കിലും അവൻ മുഖമുയർത്തി നോക്കിയില്ല. മുറിയിലെ മേശയ്ക്ക് മേൽ ജഗ് വെച്ച് അവൾ പുറത്തേക്ക് പോയതും അവനൊന്ന് തലയുയർത്തി നോക്കി. ഹാവൂ, ആശ്വാസം, അവൻ സ്വയം പറഞ്ഞു. അവൾ മുറിയിൽ നിന്നും പുറത്തു പോയപ്പോൾ തന്നെ അവന് വല്ലാത്തൊരു ആശ്വാസം വന്നതുപോലെ തോന്നി. അവനൊന്ന് നീട്ടി ശ്വാസം എടുത്തു. കാരണം ഒരു മൂലയിലാണെങ്കിൽ പോലും ആ മുറിയിൽ അവൾ ഉള്ളത് അവന് അത്രമേൽ അസ്വസ്ഥത തോന്നുന്ന കാര്യമായിരുന്നു. അവൾ നേരെ ചെന്നത് സുഭദ്രാമ്മയുടെ മുറിയിലേക്കാണ്. അവൾ ചെല്ലുമ്പോൾ സുഭദ്രാമ്മ കിടന്നിട്ടുണ്ട്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും സുഭദ്രാമ്മ ഒന്ന് കണ്ണു തുറന്നു നോക്കി. വാതിൽക്കൽ നിൽക്കുന്ന അവളെ കണ്ടതും അവരുടെ മുഖമൊന്ന് ചുളിഞ്ഞു. അമ്മു, എന്താ മോളെ, എന്തു പറ്റി? അവർ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു കൊണ്ട് അവളോട് ചോദിച്ചു. ഒന്നുമില്ല അമ്മേ, ഞാനിന്ന് അമ്മയുടെ കൂടെയാ, അവൾ പറഞ്ഞു. അതു കേട്ടതും സുഭദ്രാമ്മ അവളെ ഒന്ന് നോക്കി. ഇന്നു മാത്രമല്ല, ഇനി എന്നും ഞാൻ അമ്മയുടെ കൂടെയാ. ഞാനിവിടെ അമ്മയുടെ കൂടെ കിടന്നോട്ടെ? അവളൊരു ചെറിയ കുട്ടിയെപ്പോലെ അവരോട് ചോദിച്ചു. എന്തു പറ്റി അമ്മു? അവൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? അത് ചോദിക്കുമ്പോൾ സുഭദ്രാമ്മയിൽ വല്ലാത്തൊരു വെപ്രാളം നിറഞ്ഞു നിന്നിരുന്നു. ഏയ് ഇല്ല അമ്മേ, ഏട്ടനൊന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് തന്നെ മടുത്തു അമ്മേ. ഏട്ടന് എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. അത് ഇപ്പോൾ എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ടമ്മേ. ആരുടെയും ജീവിതത്തിൽ കടിച്ചു തൂങ്ങി അറിഞ്ഞുകൊണ്ടൊരു ഭാരമാകാൻ എനിക്ക് വയ്യ. അവൾ അത്രമാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അല്ലെങ്കിലും ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഒരമ്മയോട് പറയുക? തൻ്റെ മകനെക്കുറിച്ച് അങ്ങനെയൊന്ന് കേൾക്കാൻ ഏതമ്മയ്ക്കാണ് സാധിക്കുക? അതുകൊണ്ട് തന്നെ അവൾ അതിൽ കൂടുതലായൊന്നും സുഭദ്രാമ്മയോട് പറഞ്ഞില്ല. അവൾ അത് പറയുമ്പോൾ സുഭദ്രാമ്മയ്ക്ക് വല്ലാത്ത മനപ്രയാസം തോന്നിയെങ്കിലും ഈ 2 മാസത്തെ അവൻ്റെ പെരുമാറ്റം ആലോചിക്കുമ്പോൾ സുഭദ്രാമ്മയ്ക്ക് മൗനം പാലിക്കാനേ സാധിച്ചുള്ളൂ. എന്നെങ്കിലും അവർ തമ്മിൽ അടുക്കുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇനി 2 മുറിയിലാകുമ്പോൾ അവർ തമ്മിലുള്ള ദൂരം ഒന്നുകൂടി കൂടും. ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മ മറിച്ചൊന്നും പറയരുത്. അവൾ അത് പറഞ്ഞതും സുഭദ്രാമ്മ അവളെ തനിക്കരികിലായി പിടിച്ചിരുത്തി. പറ, എന്താ മോൾക്ക് പറയാനുള്ളത്? സുഭദ്രാമ്മ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതമ്മേ, ഞാൻ എന്തെങ്കിലും ജോലിക്ക് പൊയ്ക്കോട്ടെ. അതിൻ്റെ കൂടെ തന്നെ PSCയും പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അവൾ പറയുന്നത് സുഭദ്രാമ്മ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നു. മോൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിച്ചോ, എത്ര വേണേലും പഠിച്ചോ. പക്ഷേ അതിന് ജോലിക്ക് പോകണമെന്നുണ്ടോ? സുഭദ്രാമ്മ ചോദിച്ചു. പെൺകുട്ടികൾ ജോലിക്ക് പോയി ആ പൈസയ്ക്ക് പഠിക്കുന്നത് നല്ലതല്ലേ അമ്മേ? അതിലൊരു കുറച്ചിലും വിചാരിക്കേണ്ട കാര്യമില്ല. എനിക്കെന്തോ അങ്ങനെ തോന്നുക അമ്മേ. അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെന്നല്ല. എങ്കിലും ഇനിയുള്ള ജീവിതത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടേ മതിയാകൂ. എനിക്ക് സ്വയം കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും ഒന്ന് എത്തണം അമ്മേ. അതുകൊണ്ട് അമ്മ അതിന് എതിരൊന്നും പറയരുത്. അവൾ അവരുടെ 2 കരങ്ങളും കവർന്നുകൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണിലെ തെളിച്ചത്തിനും വാക്കുകളിലെ ദൃഢതയ്ക്കും മുൻപിൽ സുഭദ്രാമ്മയ്ക്ക് മറുത്തൊന്നും പറയാൻ സാധിച്ചില്ല. ഒരു നേർത്ത പുഞ്ചിരിയോടെ അവരവളുടെ തലയിലൊന്ന് തലോടിക്കൊടുത്തു. അന്ന് രാത്രി ഉറങ്ങാനായി കിടക്കുമ്പോൾ അവൾക്ക് മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നിയിരുന്നു. മനസ്സിൽ നിന്നും വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ. ഇനി ആർക്കു മുൻപിലും തളർന്നു പോകില്ലെന്ന ഉറപ്പോടെ അവൾ കണ്ണുകളടച്ചു. പിറ്റേന്ന് പതിവ് പോലെ അവൾ നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി. സുഭദ്രാമ്മ എഴുന്നേറ്റ് വരുമ്പോൾ അവൾ ചായയുടെ പണിയിലായിരുന്നു. അവരെ കണ്ടതും അവളൊന്ന് മനോഹരമായി ചിരിച്ചു. ഇത്രനാളും കാണാത്തൊരു പ്രത്യേകത ആ പുഞ്ചിരിക്കുണ്ടെന്ന് സുഭദ്രാമ്മയ്ക്ക് തോന്നി. പക്ഷേ നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന അവളുടെ ഉള്ളിൽ എന്താണെന്ന് മാത്രം അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞതും അഖിൽ എഴുന്നേറ്റ് വന്നിരുന്നു. എന്നത്തേതിലും വിപരീതമായി അവനുള്ള ചായ അന്ന് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിരുന്നതും അവന് വിളമ്പിക്കൊടുത്തിരുന്നതും സുഭദ്രാമ്മയായിരുന്നു. അവൻ പിന്നെ അമൃതയെ ശ്രദ്ധിക്കാറ് പോലുമില്ലാത്തതുകൊണ്ട് അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ചായ കഴിഞ്ഞതും അവൻ പുറത്തേക്ക് പോവുകയും ചെയ്തു.
അന്ന് വൈകുന്നേരം അവൾ ഏറെ സന്തോഷത്തോടെയായിരുന്നു മുറിയിൽ നിന്നും സുഭദ്രാമ്മയുടെ അടുത്തേക്ക് വന്നത്. എന്തു പറ്റി? ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ചിരിച്ചുകൊണ്ട് തനിക്കരികിലേക്ക് വന്ന അമൃതയെ നോക്കി സുഭദ്രാമ്മ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. അതമ്മേ, എനിക്കൊരു ജോലി ശരിയായി. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, രശ്മി. അവളോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു ജോലി ശരിയാക്കുന്ന കാര്യം. ഇപ്പോൾ അവൾ എന്നെ വിളിച്ചിരുന്നു. അവൾ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിൽ ബില്ലിംഗ് സെക്ഷനിലേക്ക് ഒരാളെ വേണമെന്ന്. നാളെ തന്നെ വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. അവളുടെ ഉള്ളിൽ എത്രമാത്രം സന്തോഷമുണ്ടെന്ന് അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. ആണോ? നല്ല കാര്യം. അപ്പോൾ എന്നാ കോച്ചിങ്ങിന് പോയി ജോയിൻ ചെയ്യുന്നത്? അവർ ചോദിച്ചു. ചെയ്യണം, പക്ഷേ അമ്മേ, അതിന് ഇനിയും സമയമുണ്ടല്ലോ. കോച്ചിങ് സെന്ററിൽ ആദ്യം കൊടുക്കേണ്ട പൈസയോർത്താണ് അവൾ അങ്ങനെ പറഞ്ഞത്. ഇനി എപ്പോഴാ? എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നൊരു അൻവറുണ്ട്. അവനിപ്പോൾ PSCക്ക് കോച്ചിങ് ക്ലാസ് എടുക്കുന്നുണ്ട്. നീ ഇന്നലെ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവനെയാ ഓർമ്മ വന്നത്. ഞാൻ ഇന്ന് അവനെ വിളിച്ചിരുന്നു. അവൻ നിന്നെയും വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവരത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. എങ്കിലും അവരെ താൻ വീണ്ടും ബുദ്ധിമുട്ടിക്കുകയാണോ എന്നൊരു ചിന്ത അവളുടെ ഉള്ളിൽ വരാതെയിരുന്നില്ല. അല്ല, നിനക്ക് ഏത് സൂപ്പർ മാർക്കറ്റിലാ ജോലി ശരിയായത്? ഇവിടെ അടുത്താണോ? സുഭദ്രാമ്മ ചോദിച്ചു. അതെ അമ്മേ, നമ്മുടെ ജംഗ്ഷനിലെ എവർഗ്രീൻ സൂപ്പർ മാർക്കറ്റില്ലേ, അവിടെ. ആഹാ, അവിടെയാണോ? അത് നമ്മുടെ ഗിരീഷിൻ്റെ കടയല്ലേ? പണ്ട് ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്നൊക്കെ അവൻ എന്തുമാത്രം കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയോ? പക്ഷേ എവിടെ കണ്ടാലും അവന് വലിയ കാര്യമാ. അതങ്ങനെയാ, പഠിക്കാൻ ഉഴപ്പി നടക്കുന്ന കുട്ടികളാണ് ടീച്ചേഴ്സിനെ കണ്ടാൽ ആദ്യം ഓടി വരുന്നത്. സുഭദ്രാമ്മ ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു. അമൃത ഒരു നേർത്ത ചിരിയോടെ കേട്ടുനിന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യാം. 4 മണി ആകുന്നതല്ലേ ഉള്ളൂ. നമുക്ക് ആദ്യം പോയി കോച്ചിങ്ങിന് അഡ്മിഷൻ എടുക്കാം. വരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിലും പോകാം. ഞാൻ തന്നെ ഗിരീഷിന് നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കാം. അതാകുമ്പോൾ അറിയുന്ന ഒരാളാണെന്നുണ്ടാകുമല്ലോ. അവരത് പറഞ്ഞപ്പോൾ അമൃതയ്ക്കും അത് നല്ലതാണെന്ന് തോന്നി. ശരി അമ്മേ, പോകാം. അവളൊരു ചിരിയോടെ തന്നെ തലയാട്ടി പറഞ്ഞു. എനിക്ക് നിന്നെ ജോലിക്ക് വിടാൻ താല്പര്യമുണ്ടായിട്ടല്ല. പിന്നെ നീ പറഞ്ഞതാണ് ശരി. പെൺകുട്ടികളായാൽ കുറച്ച് ധൈര്യവും തൻ്റെടവും ഒക്കെ വേണം. ജോലിക്ക് പോയി സ്വന്തം കാര്യം നോക്കാൻ കഴിയുന്നത് എന്നും ഒരു പെൺകുട്ടിക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. നാളെ എനിക്ക് എന്തെങ്കിലും പറ്റിയാലും നീ തനിച്ചാകുവാനോ തളർന്നു പോകാനോ പാടില്ലല്ലോ. അവരത് പറഞ്ഞപ്പോൾ അവൾ അവരുടെ വാ പൊത്തിപ്പിടിച്ചു. വേണ്ട അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് ഈ ലോകത്ത് ഇപ്പോൾ ആകെയുള്ളത് എൻ്റെ ഈ അമ്മ മാത്രമാ. അമ്മയെ കൂടി നഷ്ടമാകുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. അയ്യേ, അതിനാണോ നീ കരയുന്നത്? ഞാൻ പറഞ്ഞത് ഒരു സത്യമല്ലേ കുട്ടി? മനുഷ്യൻ്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. അവൻ നിന്നെ മനസ്സിലാക്കുമെന്നും സ്നേഹിക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ അത് അത്ര പെട്ടെന്നൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രം പ്രതീക്ഷിച്ചിരിക്കാതെ അതിനു മുൻപ് നീ നിന്റേതായ ഒരു സ്ഥാനത്ത് എത്തിയാൽ അമ്മയ്ക്ക് അതൊരു സമാധാനമാണ്. അവരത് പറയുമ്പോൾ അവൾ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നെങ്കിലും അവൾക്കറിയാമായിരുന്നു അവൻ തന്നെ ഒരിക്കലും സ്നേഹിക്കില്ലെന്ന്. ഇനി അവൻ സ്നേഹിച്ചാലും താനിപ്പോൾ ആ സ്നേഹം ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്ന് അവളുടെ മനസ്സ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, സമയം കളയണ്ട. മോള് റെഡിയായി വാ, നമുക്ക് വേഗം പോയിട്ട് വരാം. ഞാൻ ഈ സാരി ഒന്ന് മാറ്റി ഉടുക്കട്ടെ. സുഭദ്രാമ്മ അതും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. അവൾ അവളുടെ മുറിയിലേക്കും. ആദ്യം അവർ പോയത് PSC കോച്ചിങ് സെന്ററിലേക്കാണ്. അവിടെ അവൾക്കുള്ള അഡ്മിഷൻ എടുത്തതും ഫീസിന്റെ പകുതി സുഭദ്രാമ്മ അടച്ചിരുന്നു. ഫീസിന്റെ പകുതി ആദ്യമേ അടയ്ക്കണമെന്നത് അവിടുത്തെ റൂളായിരുന്നു. തനിക്ക് വേണ്ടി പൈസ എണ്ണിക്കൊടുക്കുന്ന സുഭദ്രാമ്മയെ അവൾ നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു. അവളുടെ ഹൃദയത്തിന്റെ പുസ്തകത്തിൽ അവരോടുള്ള കടപ്പാടിന്റെ കൂട്ടത്തിലേക്ക് അവൾ അതും എഴുതി ചേർത്തിരുന്നു. അൻവർ മാഷിന് വളരെ നല്ല പെരുമാറ്റമായിരുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ അമ്മയോടുള്ള സൗഹൃദം കൊണ്ടാകുമെന്ന് അവൾക്ക് തോന്നി. അവിടുന്ന് ഇറങ്ങിയതും അവർ നേരെ ചെന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. സുഭദ്രാമ്മയെ കണ്ടതും അകത്തുനിന്നും ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഓടി വന്നു. ഒരു 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. വിനയത്തോടു കൂടിയാണ് സുഭദ്രാമ്മയോട് സംസാരിക്കുന്നത്. രശ്മി പറഞ്ഞ ആളാണ് താനെന്ന് കൂടി പറഞ്ഞപ്പോൾ ടീച്ചറമ്മയ്ക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇവിടം വരെ ബുദ്ധിമുട്ടി വരണമായിരുന്നോ എന്നാണ് അവൻ ചോദിച്ചത്. അമൃതയോടും അയാൾക്ക് വളരെ നല്ല പെരുമാറ്റമായിരുന്നു. അവിടെ നിന്നും തിരിച്ചു പോരുന്ന വഴി ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ച ശേഷമാണ് അവർ വീട്ടിലേക്ക് വന്നത്.
അന്ന് രാത്രിയും അഖിലിന് സുഭദ്രാമ്മ തന്നെയാണ് ഭക്ഷണം വിളമ്പിക്കൊടുത്തത്. അവന്റെ മുൻപിൽ നിന്നും ഒഴിഞ്ഞുമാറി നടക്കുകയല്ലെങ്കിലും എന്തോ അവന്റെ കാര്യങ്ങളിലൊന്നും ചെന്ന് ഇടപെടാൻ അവൾക്ക് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. അന്ന് രാത്രിയിലും അവൻ മുറിയിലേക്ക് വരുന്നതിനു മുൻപേ അവൾ ജഗ്ഗിൽ വെള്ളം നിറച്ച് റൂമിൽ കൊണ്ടുവച്ചിരുന്നു. അന്നും അവൾ കിടന്നിരുന്നത് സുഭദ്രാമ്മയുടെ കൂടെയായിരുന്നു. അന്നത്തെ രാത്രിയും അവളെ മുറിയിലേക്ക് കാണാതിരുന്നതുകൊണ്ട് അവന് വല്ലാത്ത സന്തോഷവും ആശ്വാസവും തോന്നി. നാശം, ഇതുപോലെ അങ്ങ് ആ ശല്യം ഒഴിഞ്ഞു പോയാൽ മതിയെന്ന് അവൻ പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയും നിത്യയോട് സംസാരിച്ചിരുന്നെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ തലവേദനയാണെന്നും പറഞ്ഞ് അവൾ ഓൺലൈനിൽ നിന്നും പോയി. അതിനുശേഷം അവന് വല്ലാത്തൊരു ഏകാന്തത തോന്നിയെങ്കിലും അവളോടൊത്തുണ്ടായിരുന്ന നിമിഷങ്ങളെ ഓർത്ത് അവൻ പതിയെ കണ്ണടച്ചു. പിറ്റേന്ന് രാവിലെ അവൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അമൃത ജോലിക്ക് പോയിരുന്നു. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് അവളുടെ ജോലി സമയം. അതിനുശേഷം 3 മണി മുതൽ 5 മണി വരെയാണ് കോച്ചിങ് സമയം. അവൾ രാവിലെ വീട്ടിൽ നിന്നും പോയതൊന്നും അവൻ അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല. രാവിലെ അടുക്കളയിൽ കിടന്ന് നട്ടം തിരിയുന്നത് കണ്ട് സുഭദ്രാമ്മ ഒരുപാട് തടസ്സം പറഞ്ഞെങ്കിലും വീട്ടിലെ അത്യാവശ്യം ജോലികളെല്ലാം തീർത്തു വെച്ച ശേഷമാണ് അവൾ വീട്ടിൽ നിന്നും പോയത്. മീൻ കിട്ടിയാൽ ഇനി ഉച്ചക്കത്തേക്കുള്ള കറി വെക്കേണ്ട പണി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. സുഭദ്രാമ്മയുടെ കൂടെ ചെന്നിരുന്നതുകൊണ്ട് തന്നെ ഗിരീഷിന് അവളോട് വളരെ നല്ല പെരുമാറ്റമായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, അവിടെയുള്ള എല്ലാ ജോലിക്കാരോടും ഗിരീഷിന് വളരെ നല്ല പെരുമാറ്റമാണ്. അതിലേറെ എല്ലാവരുമായി വല്ലാത്തൊരു സൗഹൃദവും അവൻ കാത്തുവച്ചിരുന്നു. ജോലിയും ക്ലാസും എല്ലാം കഴിഞ്ഞ് അവൾ വീട്ടിലെത്തുമ്പോൾ സമയം 5:30 5 മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പതിയെ നടന്നു വീട്ടിലെത്തുമ്പോഴേക്കും 5:30 അവൾ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് ഉമ്മറത്ത് അവളെ കാത്തു നിന്നെന്ന പോലെ ഇരിക്കുന്ന സുഭദ്രാമ്മയെയാണ്. ഒരു വേള അവൾക്ക് അവളുടെ അമ്മയെയും അച്ഛനെയും ഓർമ്മ വന്നതും കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ഒരുപക്ഷെ ഏതോ ലോകത്തിരുന്ന് അവരായിരിക്കും സുഭദ്രാമ്മയിലൂടെ തന്നെ കരുതുന്നതെന്ന് അവൾക്ക് തോന്നി. നല്ല ചൂടുള്ള ഉള്ളിവടയും ചായയും അവൾക്കായി അവർ ഉണ്ടാക്കി വെച്ചിരുന്നു. ഒരമ്മയുടെ എല്ലാ സ്നേഹവും വാത്സല്യവും അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അന്ന് രാത്രി ആകുവോളം അവൾക്ക് പറഞ്ഞു തീർക്കുവാൻ ഒത്തിരി വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. അന്നും രാത്രിയിൽ അവന് ഭക്ഷണം കൊടുത്തത് സുഭദ്രാമ്മയായിരുന്നു. ഏകദേശം 2 മാസത്തോളം ആ വീട്ടിൽ അവന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടന്നിരുന്ന ഒരുവളെ 3 ദിവസം കാണാതിരുന്നിട്ടും അവന് യാതൊന്നും തോന്നാതിരുന്നത് തീർത്തും അത്ഭുതകരമായിരുന്നു. അവൻ അവളെ ഒരിക്കൽ പോലും ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി നിത്യയുമായി സംസാരിക്കുമ്പോൾ അവന് അവളുടെ അരികിലേക്ക് എത്തണമെന്ന് തോന്നി. അവളുടെ നനുത്ത മേനിയിലേക്ക് വീണ്ടും ചേരണമെന്ന് തോന്നി. എന്നാൽ ആവശ്യം പറഞ്ഞപ്പോൾ അന്നും തലവേദനയാണെന്നും പറഞ്ഞ് നിത്യ ഒഴിഞ്ഞുമാറി. എങ്കിലും 2 പഞ്ചാര വർത്തമാനം പറഞ്ഞവനെ മയക്കി നിർത്തുവാനും അവൾ മറന്നിരുന്നില്ല. അവളുടെ പാലും തേനും കൂട്ടിക്കുഴച്ച മധുരവാക്കിൽ അവൻ മൂക്കും കുത്തി വീണെന്ന് പറയുന്നതാവും ശരി. പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ സുഭദ്രാമ്മയും എഴുന്നേറ്റിരുന്നു. അമൃത ജോലിക്ക് പോകുമ്പോഴേക്കും സുഭദ്രാമ്മ അവൾക്ക് വേണ്ട ഭക്ഷണമെല്ലാം തയ്യാറാക്കി അവളുടെ ബാഗിൽ എടുത്തു വെച്ചിരുന്നു. അവളുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. അന്ന് വൈകിട്ട് ഷോപ്പിലിരിക്കുമ്പോഴാണ് അഖിലിന്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ നിത്യയുടെ മെസ്സേജ് വന്നതാണ്. ഒരു വീഡിയോയും അതിൻ്റെ കൂടെ ഒരു വോയിസ് മെസ്സേജുമുണ്ട്. അവളുടെ പേര് കണ്ടപ്പോൾ തന്നെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ആ ഒരു ചിരിയോടെ തന്നെയാണ് അവൻ അവളുടെ മെസ്സേജ് ഓപ്പൺ ചെയ്തതും. എന്നാൽ ആ പുഞ്ചിരിക്ക് വളരെ അല്പനേരത്തേക്ക് മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ പ്ലേ ആയതും അവൻ വേഗത്തിൽ ഫോൺ ലോക്ക് ചെയ്തു. അവൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. തലയ്ക്ക് അടിയേറ്റതുപോലെ അവൻ കസേരയിലേക്ക് തന്നെ തളർന്നിരുന്നു. ഹൃദയം അതിവേഗത്തിൽ മിടിക്കുന്നുണ്ട്. തെല്ലൊരു നേരം അവൻ അതേ ഇരിപ്പിരുന്ന ശേഷം അവൻ കയ്യിൽ അമർത്തി പിടിച്ചിരിക്കുന്ന ഫോണൊന്ന് മെല്ലെ നോക്കി. ലോക്ക് തുറന്നതും നിത്യയുടെ ചാറ്റാണ് തുറന്നു വന്നത്. അവൻ വേഗത്തിൽ ഇയർഫോൺ എടുത്ത് കാതോട് ചേർത്ത് വെച്ചു. രണ്ടും കൽപ്പിച്ചവൻ അവളുടെ വോയിസ് കേട്ടതും ഒരു നിലയില്ലാ കയത്തിലേക്ക് വീഴുകയാണെന്ന് അവന് തോന്നി. എല്ലാം നഷ്ടപ്പെട്ടവനെപ്പോലെ അവൻ തകർന്നു പോയിരുന്നു. ഉള്ളം തീക്കനലിൽ എന്ന പോലെ വെന്തുരുകുന്നുണ്ട്. അതിൻ്റെ അടയാളമെന്നോണം കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ പരസ്യമായി കരയുന്നതെങ്ങനെ? അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ പോയത് ബീച്ചിലേക്കാണ്. അവസാനമില്ലാതെ കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന തിരകളിലേക്ക് തന്നെ ഉരുകുന്ന നെഞ്ചുമായി അവൻ മിഴികൾ നട്ടു. അന്ന് ഏറെ നേരം കഴിഞ്ഞിരുന്നു അവൻ വീട്ടിലെത്തുമ്പോൾ. ഇടയ്ക്ക് സുഭദ്രാമ്മ വിളിച്ചു നോക്കിയപ്പോൾ കുറച്ചു നേരം വൈകും എന്ന് മാത്രം പറഞ്ഞവൻ ഫോൺ വെച്ചു.
വീട്ടിലേക്കുള്ള വഴിയിൽ നിന്നു തന്നെ കാണാമായിരുന്നു ഉമ്മറത്ത് തന്നെ കാത്തെന്ന വണ്ണം ഇരിക്കുന്ന അമ്മയെ. അവൻ്റെ നെഞ്ച് വീണ്ടും പിടഞ്ഞു. എന്താ ഉണ്ണി ഇത്ര നേരം വൈകിയത്? ബൈക്ക് സ്റ്റാൻഡിലിട്ട് ഇറങ്ങിയതും സുഭദ്രാമ്മയുടെ ചോദ്യം വന്നിരുന്നു. ഉണ്ണി എന്നാണ് അഖിലിനെ സുഭദ്രാമ്മ വിളിക്കുന്നത്. അത് ഒന്ന് രണ്ടിടത്ത് പോകാനുണ്ടായിരുന്നു. സുഭദ്രാമ്മയുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. എന്തേ, നിനക്ക് വയ്യേ? അവൻ്റെ മുഖത്തെ വല്ലായ്മയും അതിലുപരി അവൻ്റെ ചുവന്നു കലങ്ങിയ കണ്ണുകളും കണ്ട് സുഭദ്രാമ്മ ചോദിച്ചു. അതൊന്നുമില്ല, ചെറിയൊരു തലവേദന പോലെ. ഞാൻ ഇത്തിരി നേരം ഒന്ന് കിടക്കട്ടെ, അവൻ പറഞ്ഞു. നല്ല തലവേദനയുണ്ടോ? നിനക്ക് കട്ടൻ ചായ വല്ലതും വേണോ? അവരവൻ്റെ നെറ്റിയിൽ പതിയെ തൊട്ടുകൊണ്ട് ചോദിച്ചു. തനിക്ക് എപ്പോ വയ്യാതെയായാലും അമ്മ ഇങ്ങനെയാണ്. എങ്കിലും ഇപ്പോൾ എന്തോ ഹൃദയം വല്ലാതെ നോവുന്നു. അവനൊരു നോവ് നിറഞ്ഞ ചിരി ചിരിച്ചുകൊണ്ട് പതിയെ അവരുടെ കൈ അവൻ്റെ നെറ്റിയിൽ നിന്നും എടുത്തു മാറ്റി. വേണ്ട, ഒന്ന് കിടന്നാ മതി, അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ മുറിയിലേക്ക് നടന്നു. അമ്മേ മാപ്പ്. അമ്മയുടെ മകനൊരു തെറ്റ് പറ്റി, ഒരിക്കലും പറ്റാൻ പാടില്ലാത്തൊരു തെറ്റ്. അപ്പോഴും അവൻ്റെ ഉള്ളിൽ നിത്യയുടെ ശബ്ദം അലയടിച്ചുകൊണ്ടിരുന്നു. ഈ വീഡിയോ ലോകം മൊത്തം കാണും. അങ്ങനെ കാണാതിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 25 ലക്ഷം രൂപ 2 ദിവസത്തിനുള്ളിൽ അതെൻ്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കണം. പിന്നെ ഈ വീഡിയോ പുറത്തെത്തിയാൽ എനിക്കും കൂടി പ്രശ്നമാകും. അതുകൊണ്ട് ഞാനിതെല്ലാം വെറുതെ ഒരു ഭീഷണിക്ക് വേണ്ടി പറയുന്നതാണെന്ന് കരുതണ്ട. പോൺ ആക്ട്രസ് ആയിട്ടുള്ള എനിക്കിതൊന്നും ഒരു വിഷയമേ അല്ല. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ. താനൊരു സംഭവം തന്നെ. എന്താ തൻ്റെ ഒരു ബോഡി? അപ്പോൾ പറഞ്ഞ പോലെ 25 ലക്ഷം 2 ദിവസം കൊണ്ട് ക്യാഷ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മാനം പോകും സാറേ. അവളുടെ വാക്കുകൾ ഓർമ്മ വരും തോറും അവൻ കണ്ണുകൾ ഇറുക്കെ അടച്ചു. ആരെയും മയക്കുന്ന തരത്തിലുള്ള അവളുടെ സൗന്ദര്യം അന്ന് തന്നെ അത്രമേൽ കുളിരണിയിപ്പിച്ചുവെങ്കിൽ ഇപ്പോൾ അത്രത്തോളം തന്നെ അലട്ടുന്നുണ്ടെന്ന് അവന് തോന്നി. എന്ത് ചെയ്യും താൻ? നാട്ടുകാരറിഞ്ഞാൽ, അതിനേക്കാളുപരി തൻ്റെ അമ്മയറിഞ്ഞാൽ? അവന് ബാക്കി ആലോചിക്കാൻ പോലും സാധിച്ചില്ല. ഹൃദയം അത്രമേൽ ആകുലതയാൽ പെരുമ്പറ കൊട്ടുന്നുണ്ട്. പണ്ട് ഉപ്പുമാങ്ങയും പലഹാരങ്ങളുമെല്ലാം അമ്മ കാണാതെ മോഷ്ടിച്ചിട്ട് അവസാനം അമ്മ കയ്യോടെ പിടിക്കുമെന്ന് തോന്നുമ്പോഴുള്ളൊരു പേടിയുണ്ട്. അന്ന് പേടിച്ചു വിറച്ചിരുന്ന ആ 5 വയസ്സുകാരനാണ് താനെന്ന് അവന് തോന്നി. പക്ഷേ അന്നതെല്ലാം അമ്മയ്ക്ക് തൻ്റെ മകൻ്റെ കുറുമ്പുകളായിരുന്നു. ചിലപ്പോൾ അമ്മ അത്രമേൽ ആസ്വദിച്ചിരുന്ന മകൻ്റെ കുറുമ്പുകൾ. എന്നാൽ ഇത്... അവനൊരു തളർച്ചയോടെ ബെഡിലേക്ക് കിടന്നു. വാതിൽ പതിയെ തള്ളി തുറന്നുകൊണ്ട് അമൃത മുറിയിലേക്ക് വരുമ്പോൾ അഖിൽ കിടക്കുകയാണ്. അവൾ മെല്ലെ കട്ടിലിനോരത്തായി ഇട്ടിരിക്കുന്ന മേശയ്ക്കരികിലേക്ക് നടന്നു. ചായ അമ്മ തന്നതാണ്. അത്രമാത്രം പറഞ്ഞവൾ കയ്യിലെ ഗ്ലാസ് മേശയ്ക്ക് മുകളിൽ വെച്ചു. പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവൾ ആ മുറിക്ക് പുറത്തേക്ക് നടന്നിരുന്നു. കണ്ണുകൾക്ക് മുകളിൽ വെച്ചിരുന്ന കൈയെടുത്തവൻ പതിയെ വാതിൽക്കലേക്ക് നോക്കി. അവൾ പോകുമ്പോൾ പാതി ചാരി വെച്ചിരുന്ന വാതിൽക്കലേക്ക് തിളച്ചുമറിയുന്ന ഹൃദയത്തോടെ അവൻ നോക്കി നിന്നു. അന്ന് രാത്രി അഖിലിന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അവനൊന്ന് കണ്ണടയ്ക്കുമ്പോൾ സമയം ഏകദേശം പുലർച്ചെയായിട്ടുണ്ട്. അതുകൊണ്ട് പിറ്റേന്ന് അവൻ എഴുന്നേറ്റതും വളരെ നേരം വൈകിയാണ്. അപ്പോഴേക്കും അമൃത ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല അവനപ്പോൾ. എങ്കിലും തലേന്ന് രാത്രി ഒന്നും കഴിക്കാതെ കിടന്നതുകൊണ്ടാകണം അവന് വല്ലാത്തൊരു ക്ഷീണം തോന്നി. ഭക്ഷണം വിളമ്പിക്കൊടുത്തത് സുഭദ്രാമ്മയാണ്. അവനൊന്നും പറയാതെ മെല്ലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. നിന്റെ തലവേദന എങ്ങനെയുണ്ട്? മാറിയോ? സുഭദ്രാമ്മ അവനരികിലെ കസേരയിലേക്കിരുന്നു കൊണ്ട് ചോദിച്ചു. കുറവുണ്ട്, അവൻ വെറുതെ ഒന്ന് പറഞ്ഞു. എന്താ ഉണ്ണി, നിനക്ക് എന്തേലും പ്രശ്നമുണ്ടോ? അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് സുഭദ്രാമ്മ വീണ്ടും ചോദിച്ചു. എന്തു പ്രശ്നം? പ്രശ്നമൊന്നുമില്ലല്ലോ. അമ്മ എന്താ അങ്ങനെ ചോദിച്ചത്? കഴിക്കുന്നതിനിടയിൽ അവൻ മുഖമുയർത്തിക്കൊണ്ട് സുഭദ്രാമ്മയോട് ചോദിച്ചു. അല്ല, വേറൊന്നുമല്ല. നിന്റെ മുഖം കണ്ടിട്ട് ആകെ വല്ലാതെ ഇരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അമ്മയോട് പറ, സുഭദ്രാമ്മ പറഞ്ഞു. ഇല്ല, അങ്ങനെയൊന്നുമില്ലമ്മേ. ഷോപ്പിൽ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ 1-2 ചെറിയ ഇഷ്യൂ. അതുമായി നട്ടം തിരിഞ്ഞ് ആകെ വല്ലാതെ. അഖിൽ അത് പറഞ്ഞപ്പോൾ സുഭദ്രാമ്മ വെറുതെയൊന്ന് മൂളി. പിന്നീട് അധികം സംസാരത്തിനൊന്നും ഇടം കൊടുക്കാതെ അവൻ വേഗം കഴിച്ചെന്ന് വരുത്തി തീർത്തുകൊണ്ട് മുറിയിലേക്ക് ചെന്നു. മുറിയിൽ ജനലിനോരം ചെന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കും എന്ന ചിന്തയായിരുന്നു.
ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കുവാനോ സഹായം ചോദിക്കുവാനോ അവന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. കാരണം അതുപോലെയുള്ളൊരു കാര്യമാണല്ലോ താൻ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ താൻ എങ്ങനെ ഇതുപോലെ ഒരു അവസ്ഥയെ തരണം ചെയ്യും? 25 ലക്ഷം എന്ന് പറയുന്നത് അത്ര ചെറിയ തുകയല്ലല്ലോ. അവൻ കൈകൾ തമ്മിൽ കൂട്ടിത്തിരുമ്മി. പിന്നെ എന്തോ ഓർത്തപോലെ അവൻ ഫോണെടുത്ത് ദേവ് എന്ന് സേവ് ചെയ്തു വെച്ചിരിക്കുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു. നീ എന്താ അഖിലേ ഈ പറയുന്നത്? എനിക്ക് ഇതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. നീ എങ്ങനെ ഇങ്ങനെ? നിനക്ക് എങ്ങനെ പറ്റിയടാ ഇതിന്? കടൽത്തിരകളെ നോക്കി പൂഴിമണ്ണിലിരിക്കുന്ന അഖിലിനോട് അമൽദേവ് എന്ന അവന്റെ സുഹൃത്ത് ദേഷ്യപ്പെട്ടു. ന്യായീകരിച്ച് പറയാൻ തന്റെ ഭാഗത്ത് ഒന്നുമില്ലാതിരുന്നതുകൊണ്ട് തന്നെ അഖിൽ മൗനം പാലിച്ചു. ഞാൻ ചോദിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? ഒന്നുമില്ലെങ്കിലും നീ താലികെട്ടി കൊണ്ടുവന്ന ഒരു പെണ്ണില്ലേ നിന്റെ വീട്ടിൽ? അവളെ ഓർത്തെങ്കിലും. അവളെ ഒഴിവാക്കി മറ്റൊരാളുടെ അടുത്തേക്ക് പോയിരിക്കുന്നു അവൻ. അതും ഇതുപോലെ ഉളുപ്പും മാനവുമില്ലാത്ത ഒരുത്തിയുടെ അടുത്തേക്ക്. എന്നെക്കൊണ്ട് നീ ഒന്നും പറയിപ്പിക്കണ്ട വെറുതെ. എന്തൊക്കെ പറഞ്ഞിട്ടും ദേവിന്റെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. ദേവിന്റെ വാക്കുകളിൽ നിന്നും അവൻ എത്രമാത്രം ദേഷ്യത്തിലാണെന്ന് അഖിലിന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷേ ദേവിന്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അഖിൽ അപ്പോൾ. നീ താലികെട്ടി കൊണ്ടുവന്ന ഒരു പെണ്ണില്ലേ? അത് അവന്റെ കാതിൽ വീണ്ടും വീണ്ടും അലയടിച്ചു. ശരിയാണ്, താൻ താലികെട്ടി കൊണ്ടുവന്നൊരു പെണ്ണുണ്ട്. അപ്പോഴാണ് അവൻ അവളെപ്പറ്റി ഓർത്തത് പോലും. ഇന്നലെ രാത്രി അമ്മയെക്കുറിച്ച് ആലോചിച്ച് അവനൊട്ടും ഉറങ്ങാൻ കഴിഞ്ഞതേയില്ല. എന്നാൽ അപ്പോൾ പോലും താൻ താലി കെട്ടിക്കൊണ്ടുവന്ന ഒരുത്തി അവിടെയുണ്ട്. ഇതറിഞ്ഞാൽ അവൾ എങ്ങനെ സഹിക്കുമെന്നോ അവളോട് ചെയ്തത് എത്ര വലിയ ചതിയാണെന്നോ ഒന്നും അവൻ ചിന്തിച്ചതേയില്ലായിരുന്നു. അവളെ അവൻ തീർത്തും മറന്നുപോയിരുന്നു. ഇപ്പോൾ ദേവിന്റെ വാക്കുകൾ വേണ്ടി വന്നു അവളെക്കുറിച്ച് ആലോചിക്കാൻ. എന്തു പറഞ്ഞാലും കണ്ണും നിറച്ച് തലയും കുനിച്ച് നിൽക്കുന്നവളുടെ മുഖം ആദ്യമായി അവന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. എന്തോ അവന് വല്ലാത്ത വേദന തോന്നി. ഇപ്പോൾ 2 ദിവസമായി അവളെ ആ വീട്ടിൽ കാണുന്നു പോലുമില്ല. ഇന്നലെ രാത്രി മുറിയിൽ ആ ചായ കൊണ്ടുവച്ച് പോയതാണ്. അതിനുശേഷം അവളെ കണ്ടിട്ടേയില്ല. അല്ലെങ്കിലും അവൾ തന്റെ മുൻപിൽ വന്നു നിൽക്കുന്നതെങ്ങനെയാണ്? അത്ര കണ്ട് അവളെ അവഗണിച്ചു. പറയാൻ പാടില്ലാത്തതെല്ലാം പറഞ്ഞവളെ വേദനിപ്പിച്ചു. അതുകൊണ്ടായിരിക്കും അവൾ ആ മുറിയിൽ നിന്ന് പോലും താമസം മാറ്റിയത്. അവനൊരു നോവോടെ ഓർത്തു. പെട്ടെന്ന് തോളിൽ ഒരു സ്പർശനം ഏറ്റപ്പോഴാണ് അവൻ ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്നത്. ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. 25 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ തുകയാണോ? എന്തായാലും നമുക്ക് അവിടെ നേരിട്ട് ചെന്ന് കണ്ട് സംസാരിക്കാം. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ദേവ് പറഞ്ഞതും അഖിൽ ചെറിയൊരു ആശ്വാസം ലഭിച്ച പോലെ അവനെ നോക്കി. നീ അധികം എന്നെ നോക്കണ്ട. നീ കാണിച്ച ഈ വൃത്തികേടിന് ഇങ്ങനെയൊന്നുമല്ല പറയേണ്ടത്. കരണക്കുറ്റി നോക്കി ഒന്ന് തരികയാ വേണ്ടത്. എനിക്ക് നിന്റെ കൂടെ വരേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുപോലെയുള്ള വൃത്തികേടല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത്? പിന്നെ പാവം സുഭദ്രാമ്മയെയും ആ പാവം പെണ്ണിനെയും ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ. അത്രയും പറഞ്ഞ് ദേവ് അവനെ ഒന്ന് കനപ്പിച്ചു നോക്കി. അവന്റെ നോട്ടം കണ്ടതും അഖിലിന്റെ മുഖം കുനിഞ്ഞു. ഫോൺ വിളിച്ച് എനിക്ക് നിന്നെ നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് വരാനാണ് നിത്യ പറഞ്ഞത്. ദേവും അഖിലും കൂടി ബീച്ചിൽ നിന്നും നേരെ പോയത് അവളുടെ വീട്ടിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ അവളുടെ വീട്ടുകാർ ആരെങ്കിലും ഉണ്ടാകുമോ, എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ള ഒരു പേടി 2 പേർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൾക്കിതൊരു ജോലി പോലെയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അച്ഛനും അമ്മയും ഉണ്ടാകില്ല. അല്ലെങ്കിൽ അവരും ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നവർ ആയിരിക്കണം. അല്ലാതെ അവളിതെല്ലാം സംസാരിക്കാൻ വീട്ടിലേക്ക് വരാൻ പറയില്ലല്ലോ. ആ ഒരു ചെറിയ ധൈര്യത്തിലാണ് അവരവളുടെ വീട്ടിലേക്ക് പോയത്. കോളിംഗ് ബെൽ അടിച്ചതും വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് നിത്യ തന്നെയാണ്. അവളെ കണ്ടതും അഖിലിന്റെ മുഖം കടന്നല് കുത്തിയതുപോലെ വീർത്തു. അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു അവനപ്പോൾ. ഇന്നലെ അവളുടെ മെസ്സേജ് കാണുന്നതുവരെ തന്റെ നെഞ്ചിൽ അവൾക്കായൊരു സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവളെ കാണുമ്പോൾ കൊന്നുകളയാനാണ് തോന്നുന്നത്. സ്നേഹം കാണിച്ച് തന്നെ ചതിച്ച അവളോടുള്ള ദേഷ്യം അവന്റെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. നെറ്റിയിലെ ഞരമ്പുകൾ എടുത്തു പിടിച്ചിരുന്നു. ദേഷ്യം കാരണം അമർത്തിപ്പിടിച്ച അവന്റെ കൈമുഷ്ടി കണ്ടിട്ടാകണം ദേവ് വേഗം വന്നവന്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. അവൾ അകത്തേക്ക് വിളിച്ചതും ദേവ് ആണ് ആദ്യം അകത്തേക്ക് കയറിയത്. അവന് പിന്നാലെ അഖിലും. സംസാരമെല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ അഖിലിൻ്റേതുപോലെ തന്നെ ദേവിന്റെ നെറ്റിയിലും വിയർപ്പ് പൊടിഞ്ഞിരുന്നു.
ദേഷ്യവും വെപ്രാളവും കൊണ്ട് അഖിലിന്റെ മുഖം വിളറി വെളുത്തിരുന്നു. എന്ത് ചെയ്യും? എന്താ നീയൊരു പരിഹാരം കണ്ടത്? കുറച്ചു ദൂരം ചെന്നതും ആളധികം ഇല്ലാത്തൊരു റോഡിൽ വണ്ടി ഒതുക്കി നിർത്തിക്കൊണ്ട് ദേവ് അഖിലിനോട് ചോദിച്ചു. അതു കേൾക്കെ എന്തോ ചിന്തയിൽ പുറത്തേക്ക് നോക്കിയിരുന്നവൻ ദേവിനെ ഒന്ന് തലചെരിച്ചു നോക്കി. എന്തു മാർഗമാ നീ കണ്ടത്? ദേവ് വീണ്ടും ചോദിച്ചതും അഖിലൊന്ന് നെടുവീർപ്പിട്ടു. അറിയില്ലടാ, എനിക്കൊന്നും അറിയില്ല. അഖിൽ എങ്ങോ നോക്കിക്കൊണ്ട് ദേവിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അഖിലെ ശരിയാവുന്നേ? നാളെ രാത്രി 12 മണിയാകുന്നത് വരെയാണ് സമയം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് നിന്നോട് ഞാൻ പ്രത്യേകം പറയണ്ടാലോ. അവൾ രണ്ടും കൽപ്പിച്ച. അവളുടെ സംസാരം കേട്ടിടത്തോളം അവൾക്കിതെല്ലാം ഒരു ശീലമാണെന്നാ തോന്നുന്നേ. നാണം കെടാൻ പോകുന്നത് നീ മാത്രമാ. നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു അമ്മയുണ്ട്. പിന്നെ നീ താലി കെട്ടി കൊണ്ടുവന്നൊരു പെണ്ണും. ഇത് പുറത്തറിഞ്ഞാൽ അവരെങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? അവര് ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ദേവ് അത് പറഞ്ഞതും അഖിലിന് ബാക്കി ചിന്തിക്കാൻ കൂടി കഴിഞ്ഞില്ല. അവൻ ദേഷ്യം കൊണ്ട് തലമുടി കിള്ളി വലിച്ചു. മതി അമലേ, അവസാനം ഒരു നിവർത്തിയുമില്ലെങ്കിൽ ഞാൻ അവളെ അങ്ങ് കൊല്ലും. അഖിൽ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് ദേവ് ഒന്ന് ചിരിച്ചു. കൊള്ളാം, ഇനിയിപ്പോ അതിൻ്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ. ഒരു കൊലപാതകിയുടെ അമ്മ എന്ന പട്ടം കൂടി നീ സുഭദ്രാമ്മയ്ക്ക് ചാർത്തി കൊടുക്കണം. അവർക്ക് തൃപ്തിയാവും. പറയുമ്പോൾ ദേവിൻ്റെ സ്വരത്തിൽ അഖിലിനോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു. അല്ലാതെ ഞാനിപ്പോ എന്താ വേണ്ടത്? നീ തന്നെ ഒന്ന് പറഞ്ഞു താ. അഖിൽ ദേവിനോട് കെഞ്ചി. ഇതാപ്പോ നന്നായത്. ഞാൻ പറഞ്ഞിട്ടാണോ നീ ഈ പണിക്ക് പോയത്? അല്ലാലോ. പറയുന്നത് കേട്ടാൽ തോന്നും ഞാനാണ് നിന്നെ നിർബന്ധിച്ച് ഇതിന് പറഞ്ഞയച്ചതെന്ന്. അല്ല പിന്നെ. ദേവിന് അങ്ങനെ പറയാനാണ് തോന്നിയത്. അതു കേട്ടതും അഖിൽ മൗനം പാലിച്ചു. ശരി, ഇനി കഴിഞ്ഞതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വരാനുള്ളത് എന്താണെന്ന് നോക്കാം. 25 ലക്ഷം എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസയാണോ? നിന്റെ ഷോപ്പും കാര്യവുമൊക്കെ കണ്ടിട്ടാവണം അവൾ ഇങ്ങോട്ട് വന്ന് നിന്നോട് മുട്ടിയത്. അത്യാവശ്യം പൈസയുള്ളവരെ ഒക്കെയല്ലേ ഇവരെപ്പോലെയുള്ളവർ വളയ്ക്കുകയുള്ളൂ. എങ്കിലല്ലേ ഇതുപോലെ അവരുടെ ആവശ്യം നടക്കുകയുള്ളൂ. ദേവിന് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ദേഷ്യം തീരുന്നില്ലായിരുന്നു. അഖിലിനും അവൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. കാരണം അവളാണ് തനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു വന്നത്. ജസ്റ്റ് ഒരു ഫ്രണ്ടിനെ പോലെ മാത്രം കണ്ട തന്നെ ഓരോന്ന് പറഞ്ഞ് പ്രണയത്തിലേക്ക് വലിച്ചിഴച്ചതും അവൾ തന്നെയാണ്. അവസാനം ഒരു ഉളുപ്പുമില്ലാതെ അവൾ തന്നെ ചതിച്ചിരിക്കുന്നു. അല്ല, അവളെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാണ്? ദേവ് പറഞ്ഞതുപോലെ തനിക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരമ്മയുണ്ട്. അതുപോലെ ഇഷ്ടമല്ലെങ്കിലും താൻ താലി കെട്ടി കൂടെ കൂട്ടിയൊരു പെണ്ണുണ്ട് തൻ്റെ വീട്ടിൽ. താൻ എത്രയൊക്കെ വേദനിപ്പിച്ചാലും മറുത്തൊന്നും പറയാതെ തന്നെ ഒരു തരത്തിലും ശല്യപ്പെടുത്താതെ ആ വീടിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്നവൾ. തനിക്കൊരു ശല്യമാണെന്ന് തോന്നിയപ്പോൾ സ്വയം മുറിയിൽ നിന്നും ഒഴിഞ്ഞു മാറിയവൾ. അവളെയാണ് താൻ ചതിച്ചത്. അതിൻ്റെ ശിക്ഷയാണ് താനിപ്പോൾ അനുഭവിക്കുന്ന ഈ ടെൻഷൻ. അവൻ്റെ ചിന്തകൾ ഒരു നിമിഷം അവളെ ചുറ്റിപ്പറ്റി തന്നെ നിന്നു. ഏതോ ചിന്തയിലായിരിക്കുന്ന അഖിലിനെ കണ്ടതും ദേവ് അവൻ്റെ കൈകളിൽ മെല്ലെ പിടിച്ചു. പിന്നെ പതിയെ പറഞ്ഞു. ഇനി കഴിഞ്ഞതിനെപ്പറ്റി പറഞ്ഞിട്ടും ആലോചിച്ചിട്ടും എന്താ? എങ്ങനെ ഇതിൽ നിന്നും ഊരിപ്പോരാൻ പറ്റുമെന്ന് ചിന്തിക്കാം. അതാ വേണ്ടത്. നീ എന്തായാലും ധൈര്യമായിട്ടിരിക്കെ. ദേവ് പറഞ്ഞു. അത് കേട്ട് ഒരു നെടുവീർപ്പോടെ അഖിൽ കണ്ണും മുഖവും അമർത്തി തുടച്ചു. എടാ, നീ ഇവിടെ ഇരിക്കെ. എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഇത് വാങ്ങാനാ വീട്ടിൽ നിന്നും ഇറങ്ങിയത് തന്നെ. ഇനി ഇതില്ലാതെ വീട്ടിലേക്ക് ചെന്നാൽ കെട്ടിയോള് ഇരുത്തി പൊറുപ്പിക്കില്ല. വണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിന് അരികിലായി ഒതുക്കി നിർത്തിയ ശേഷം ദേവ് ഒരു ചിരിയോടെ അതും പറഞ്ഞ് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും അഖിലും നേർത്തൊരു ചിരി അവന് കൊടുത്തു. ദേവ് വണ്ടിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് അഖിൽ നോക്കി നിന്നു. അവനെല്ലാം എത്ര സന്തോഷത്തോടെയാണ്. തന്നെപ്പോലെ ഒരു ടെൻഷനുമില്ല. അവനെപ്പോലെ ആയാൽ മതിയായിരുന്നു, അഖിൽ ചിന്തിച്ചു. അല്ല, അതിനവൻ നിന്നെപ്പോലെയല്ലല്ലോ. സ്വന്തം ഭാര്യയെ വീട്ടിൽ വെച്ചിട്ട് മറ്റൊരുവളുടെ സുഖം തേടി പോയിട്ടില്ലല്ലോ. അവൻ ചിന്തിച്ചതിനുള്ള ഉത്തരമായി അവൻ്റെ മനസ്സ് തന്നെ അവനോട് പറഞ്ഞു. അവൻ്റെ ഉള്ളം നീറി പുകയുന്നുണ്ടായിരുന്നു. എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കടക്കും എന്നതവനെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരുന്നു. ഒന്നും വേണ്ടിയിരുന്നില്ല, ഒന്നും, അഖിലിന് തോന്നി. അല്ലെങ്കിലും അതങ്ങനെയാണ്. വരുംവരായികകൾ ഒന്നും ചിന്തിക്കാതെ എല്ലാം ചെയ്തു വെക്കും. എന്നിട്ട് അവസാനം എല്ലാം കൈവിട്ടു പോയി ഉള്ള മനസ്സമാധാനവും ഇല്ലാതെയാകുമ്പോൾ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കും. പക്ഷേ അപ്പോഴേക്കും പ്രശ്നങ്ങൾ കൂടുതൽ കെട്ടുപിണഞ്ഞു പോയിട്ടുണ്ടാകും.
ചിന്തകൾ തന്നെ വീർപ്പുമുട്ടിച്ചപ്പോൾ അവനൊന്ന് നെറ്റി ഒഴിഞ്ഞുകൊണ്ട് സൂപ്പർമാർക്കറ്റിലേക്ക് നോക്കി. പിന്നെ പതിയെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. സൂപ്പർമാർക്കറ്റിലേക്ക് കയറിയതേ കണ്ടു ബില്ലിംഗ് സെക്ഷനിലേക്ക് നടന്നു വരുന്ന ദേവിനെ. അതുകൊണ്ട് അഖിൽ അവിടെ നിന്നു. കൗണ്ടറിൽ എത്തിയതും ബില്ലിംഗ് സെക്ഷനിൽ ഇരിക്കുന്ന ആളെ കണ്ട് ദേവ് ഒന്ന് ഞെട്ടി. അവൻ ഒന്നുകൂടി ആ ഭാഗത്തേക്ക് നോക്കി. അതെ, അവൾ തന്നെ. ദേവിൻ്റെ മുഖത്തെ ഞെട്ടൽ കണ്ടിട്ടാണ് അഖിൽ അവിടേക്ക് ഒന്ന് എത്തി നോക്കിയത്. ഒരു വേള അവനൊന്ന് ഞെട്ടി. അവൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ടു. അവളിവിടെ എങ്ങനെ? അവന് വിശ്വസിക്കാനായില്ല. അവൾ തന്നെ കണ്ടിട്ടില്ലെന്ന് മനസ്സിലായതും അഖിൽ മെല്ലെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. അഖിലിൻ്റെ മുഖത്തെ ഞെട്ടലും അവനാകെ വല്ലാതെയാകുന്നതും ദേവ് വ്യക്തമായി കണ്ടിരുന്നു. അവൻ പോകുന്നത് നോക്കി ദേവ് ഒന്ന് നെടുവീർപ്പിട്ടു. താനെടുത്ത സാധനങ്ങളെല്ലാം ബില്ലിങ്ങിൽ വെച്ച് കൊടുത്തപ്പോഴാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. അവനെ കണ്ടതും അവളൊന്ന് ചിരിച്ചു. ആരിത്, അമലേട്ടനോ? അവളൊരു നേർത്ത ചിരിയോടെ തന്നെ ചോദിച്ചു. നീ എന്താ ഇവിടെ? ഇവിടെ എപ്പോ ജോലിക്ക് കയറി? ദേവും ഒരു ചിരിയോടെ തന്നെ ചോദിച്ചു. അധികം ആയിട്ടില്ല ഏട്ടാ, കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ, അവൾ പറഞ്ഞു. എത്ര മണി വരെയാ ഷിഫ്റ്റ്? ഇന്നലെ ഈവനിങ് ഞാനിവിടെ വന്നപ്പോൾ കണ്ടില്ലല്ലോ, അവൻ ചോദിച്ചു. എനിക്ക് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഷിഫ്റ്റ്. പിന്നെ ഞാൻ PSC ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നേരെ അവിടേക്ക് പോകും. 3 മണി മുതൽ 5 മണി വരെ, അവൾ അവനോട് പറഞ്ഞു. അവനത് കേൾക്കെ ഒന്ന് ചിരിച്ചു. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവന് വല്ലാത്തൊരു അഭിമാനം തോന്നുന്നുണ്ടായിരുന്നു. ആർക്കു മുൻപിലും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തവൾ. അവൻ അങ്ങനെയാണ് തോന്നിയത്. അഖിൽ, അവനൊന്നും പറഞ്ഞില്ലാലോ? അവൻ അറിഞ്ഞിട്ടില്ലേ ഇത്? ദേവ് അത് ചോദിച്ചതും അവളൊരു വിളറിയ ചിരി അവന് പകരം കൊടുത്തു. അതിൽ വല്ലാത്തൊരു നോവ് നിറഞ്ഞു നിൽക്കുന്നത് പോലെ ദേവിന് തോന്നി. അവന് വല്ലാത്തൊരു വേദന തോന്നി. ഒരു വേള അവളോട് വല്ലാത്തൊരു വാത്സല്യവും. എല്ലാം ശരിയാവും, ആരുടെ മുൻപിലും തോറ്റുകൊടുക്കരുത്. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നമ്പർ ഇല്ലേ കയ്യിൽ? അവൻ അത് പറഞ്ഞതും അവളൊരു നേർത്ത ചിരിയോടെ തന്നെ തലയാട്ടി. എന്നാ ശരി, പോട്ടെ, പിന്നെ കാണാം. അതും പറഞ്ഞവൻ ബില്ലും പേ ചെയ്ത ശേഷം അവിടെ നിന്നിറങ്ങി. അന്ന് ഉച്ച സമയമായതുകൊണ്ട് കസ്റ്റമേഴ്സ് അധികം ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരവിടെ വെച്ചങ്ങനെ സംസാരിച്ചതും. പോവുമ്പോൾ അവൻ്റെ ഉള്ളം അവളെ ഓർത്ത് വല്ലാത്തൊരു ഭാരം പേറിയിരുന്നു. അവളും അതെ. അവൻ പോകുന്നത് ഒരു നിമിഷം നോക്കി നിന്നു. അഖിലുമായുള്ള വിവാഹത്തിന് ശേഷം തനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു സൗഹൃദം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തനിക്ക് കിട്ടിയ ഒരു സഹോദരൻ. അതാണ് താൻ അമലേട്ടൻ എന്ന് വിളിക്കുന്ന അഖിലിൻ്റെ ഉറ്റ സുഹൃത്ത് അമൽദേവ്. ഒരുപാട് തവണ തനിക്ക് വേണ്ടി അഖിലേട്ടനെ ഉപദേശിക്കുന്നതും എന്തിന് അപേക്ഷിക്കുന്നതുവരെ താൻ കേട്ടിട്ടുണ്ട്. എന്താവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതിയെന്ന് തൻ്റെ തോളിൽ തട്ടി പറഞ്ഞത് തനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ പറഞ്ഞതിൻ്റെ ആത്മാർത്ഥത തനിക്ക് നന്നായിട്ട് അറിയാവുന്നതുമാണ്. എങ്കിലും അറിഞ്ഞുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ വയ്യ. അവർക്കതൊരു ബുദ്ധിമുട്ടല്ലെങ്കിൽ പോലും. അവളിൽ നിന്നും ഒരു നെടുവീർ പടർന്നു വീണു. ഒരു നിശ്വാസത്തോടെ അവൾ അവളുടെ ജോലിയിലേക്ക് തന്നെ വീണ്ടും ഊളിയിട്ടു. ദേവ് കാറിനരികിലേക്ക് വരുമ്പോൾ അഖിൽ കോ ഡ്രൈവർ സീറ്റിൽ ഇരിപ്പുണ്ട്. മുഖം കണ്ടാലറിയാം അവൻ ഈ ലോകത്തൊന്നുമല്ലെന്ന്. ചിന്തകൾ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറി മറിയുന്ന അവൻ്റെ മുഖഭാവം കാണെ ദേവിന് പുച്ഛമാണ് തോന്നിയത്. ദേവ് ഡോർ തുറന്ന് കാറിൽ കയറിയിരുന്നതും അഖിലൊന്ന് ഞെട്ടി. അത് വ്യക്തമായി മനസ്സിലായെങ്കിലും ദേവ് അതറിയാത്തതുപോലെ വണ്ടി മുന്നോട്ടെടുത്തു. ഏറെ നേരം അവർക്കിടയിൽ വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞു നിന്നു. അഖിൽ അവളെപ്പറ്റി ഒന്നും ചോദിക്കില്ലെന്ന് ദേവിന് അറിയാമായിരുന്നു. എങ്കിലും ഇപ്പോൾ നിത്യ അവനെ ചതിച്ച ഈ അവസരത്തിലെങ്കിലും അവളെപ്പറ്റി അഖിൽ എന്തെങ്കിലും ചോദിക്കുമെന്ന് ദേവ് വെറുതെ പ്രതീക്ഷിച്ചു. എന്നാൽ അങ്ങനെയൊന്ന് അഖിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതേയില്ല. നിനക്കറിയില്ലേ അവളിവിടെ വർക്ക് ചെയ്യുന്ന കാര്യം? അഖിലിൻ്റെ മുഖം കാണുമ്പോൾ അവന് തന്നോട് എന്തൊക്കെയോ ചോദിക്കാനുള്ളതുപോലെ തോന്നുന്നുണ്ടെങ്കിലും അവനൊന്നും ചോദിക്കില്ലെന്ന് തോന്നിയപ്പോഴാണ് ദേവ് തന്നെ അവിടെയുള്ള നിശബ്ദതയെ മുറിച്ചു കളഞ്ഞത്. അത് കേട്ടതും അഖിലൊന്ന് ദേവിനെ തിരിഞ്ഞു നോക്കി. അറിയില്ലായിരുന്നോ? ദേവ് വീണ്ടും ചോദിച്ചു. ഇല്ല, അഖിൽ ഒറ്റവാക്കിൽ ഉത്തരം നൽകി. അത് പ്രതീക്ഷിച്ചതാണെങ്കിലും ദേവ് മുഖമൊന്ന് ചുളിച്ചുകൊണ്ട് അഖിലിനെ നോക്കി. അതെന്താ നിനക്കറിയാത്തത്? ദേവിൻ്റെ ചോദ്യം വീണ്ടും വന്നു. എടാ, എനിക്കെങ്ങനെ അറിയാനാ? നിങ്ങൾ ഒരു വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നേ? അതിനേക്കാൾ ഉപരി അവൾ നിന്റെ ഭാര്യയല്ലേ? അഖിൽ എന്തോ പറഞ്ഞു തുടങ്ങിയതും ദേവ് ഇടയിൽ കയറി പറഞ്ഞു.
എടാ, നിനക്കെല്ലാം അറിയുന്നതല്ലേ, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും, ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ മര്യാദയ്ക്ക് ഒന്നും സംസാരിക്കാറ് പോലുമില്ല. അഖിൽ എന്തോ വലിയ ന്യായം പറയുന്നത് പോലെ ദേവിനോട് പറഞ്ഞു. എന്നാൽ ദേവിന് അത് കേട്ടതും അവനോട് വല്ലാത്തൊരു ദേഷ്യമാണ് തോന്നിയത്. അതവൻ്റെ മുഖത്ത് തെളിഞ്ഞു കാണാനുമുണ്ടായിരുന്നു. കൊള്ളാം, നന്നായിരിക്കുന്നു. സ്വന്തം ഭാര്യയോട് സംസാരിക്കാറില്ല പോലും. ഓ സോറി, അതിന് നിനക്ക് അവളായിരുന്നില്ലല്ലോ ഭാര്യ. അതുകൊണ്ടാണല്ലോ നീ മറ്റേ അവളുടെ കൂടെ. നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അഖിലേ. ദേവ് അത് പറയുമ്പോൾ അഖിലിന് മറുത്തൊന്നും പറയാനില്ലായിരുന്നു. അവനൊന്നും പറയാതെ വെറുതെ പുറത്തേക്കും നോക്കിയിരുന്നു. ദേവിന് പക്ഷെ അവൻ്റെ ഇരുത്തം കണ്ടിട്ട് കൂടുതൽ ദേഷ്യമാണ് തോന്നിയത്. അതിൻ്റെ കൂടെ അമൃതയുടെ നിഷ്കളങ്കമായ മുഖം കൂടി ഓർമ്മ വന്നതും ദേഷ്യം ഒന്നുകൂടി കൂടി. അതിൻ്റെ ബാക്കിയെന്നോണം അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. അഖിലേ, ഞാൻ പറയുമ്പോൾ നീ ഒന്നും വിചാരിക്കരുത്. പറയാതിരിക്കാൻ വയ്യ. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം മുതലേ നിന്നോടിത് പറയുന്നതും. പക്ഷേ അന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല നീ ഇത്രയും വലിയ ട്രാപ്പിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ നീ ഇങ്ങനെയുള്ളൊരു ആളാണെന്ന്. ദേവാ, ദേവ് പറയുന്നതിനിടയിൽ കയറി അഖിൽ അവനെ വിളിച്ചു. എന്തേ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതുകൊണ്ടാണല്ലോ നിനക്കിന്ന് കിടന്ന് സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടേണ്ടി വന്നത്. എടാ, അവള് വിളിച്ചെന്ന് കരുതി നീ അവിടെ പോകാൻ പാടുണ്ടോ? അവിടെ പോയതുകൊണ്ടാണല്ലോ അവൾക്ക് നിന്നെ പേടിപ്പിച്ച് നിർത്താൻ സാധിക്കുന്നേ. ഞാനിത് പറയുമ്പോൾ നീ വിചാരിക്കും ഞാൻ അമൃതയുടെ ഭാഗം ചേർന്ന് പറയുകയാണെന്ന്. ശരിയാണ്, ഞാൻ അവളുടെ ഭാഗം ചേർന്ന് പറയുക തന്നെയാണ്. നിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാൻ നീ വലിയ പുണ്യപ്രവൃത്തി ഒന്നുമല്ലാലോ ചെയ്തു വെച്ചിരിക്കുന്നത്. നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് പറയാണ് ഞാൻ. നീ അമൃതയുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അതിനാരുമില്ലടാ. അമ്മയും അച്ഛനും പോയി. ആ കുട്ടി നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അതെന്തുമാത്രം പ്രതീക്ഷ വെച്ചിട്ടുണ്ടാകും. അതിനെന്തുമാത്രം മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകും. അതൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അതിനോട് നീ ഒന്നും സംസാരിക്കുന്നു പോലുമില്ല. എന്തിനെങ്കിലും നീ അതിനോട് വാ തുറക്കുന്നുണ്ടെങ്കിൽ അതതിനെ ചീത്ത പറയാനും ദേഷ്യപ്പെടാനും മാത്രം. എന്നിട്ടും അത് നിന്നോട് എന്തെങ്കിലും എതിർത്ത് പറയുന്നുണ്ടോ? എല്ലാം സഹിച്ച് മിണ്ടാതിരിക്കും. നിന്നെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയാവും അതിപ്പോൾ ജോലിക്ക് പോവാൻ തുടങ്ങിയത് പോലും. പക്ഷേ അവിടം കൊണ്ടൊന്നും അവളെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ സ്വയം ആർജിച്ചെടുത്ത ധൈര്യത്തിൻ്റെ പുറത്ത് അവൾ PSC ക്ലാസ്സിന് കൂടി ജോയിൻ ചെയ്തത്. അത് പറഞ്ഞപ്പോൾ അഖിൽ ശരിക്കും ഞെട്ടിയിരുന്നു. അതായിരിക്കും അവളെ കുറച്ച് ദിവസമായി വീട്ടിൽ കാണാത്തത്, അവൻ ചിന്തിച്ചു. ഒരു വേള അവന് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. കണ്ടോ, നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം അഖിലേ. ഇതുപോലും നിനക്കറിയില്ലെന്ന് വെച്ചാൽ ഒരു കണക്കിന് എല്ലാം നല്ലതിനാണെന്ന് കരുതാം. അവളെപ്പോലൊരു പെൺകുട്ടിയെ നീ അർഹിക്കുന്നില്ല. നിനക്ക് ചേരുന്നത് മറ്റവൾ തന്നെയാ. അത്രയും പറഞ്ഞുകൊണ്ട് ദേവൊന്ന് അഖിലിനെ നോക്കി. നിത്യയുടെ കാര്യം പറയുമ്പോൾ അതുവരെയുണ്ടായിരുന്ന അവൻ്റെ മുഖത്തെ ദയനീയത മാറി അവിടെ ദേഷ്യം വന്നു നിറയുന്നത് ദേവ് അറിഞ്ഞു. ഉള്ളിലൊരു അടക്കിപ്പിടിച്ച ചിരിയോടെ തന്നെ ദേവ് വീണ്ടും പറഞ്ഞു. നിനക്ക് എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് അറിയോ അഖിലേ? ദേവ് അത് ചോദിച്ചതും അവൻ അഖിലിനെ ഒന്ന് തലയുയർത്തി നോക്കി. നിനക്ക് അമൃതയെ ഇഷ്ടമല്ലെങ്കിൽ അവളെ മാന്യമായി ഒഴിവാക്കിയ ശേഷം നിനക്ക് ഇഷ്ടമുള്ള ആരെ വേണമെങ്കിലും കെട്ടാമായിരുന്നു. അല്ലെങ്കിൽ കല്യാണത്തിന് മുൻപേ ഇങ്ങനെ ഒരു ഇഷ്ടം നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിന് നീ ഈ വിവാഹത്തിന് സമ്മതിച്ചു? ദേവ് ചോദിച്ചതും അഖിൽ പറയാനൊരു ഉത്തരമില്ലാതെ വലഞ്ഞു. നിന്റെ പെണ്ണെന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ പെങ്ങളെപ്പോലെയാണ്. അവളും എന്നെ ഒരേട്ടൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. അതുകൊണ്ട് പറയാണ്, നീ ഇനിയും അവളെ ചതിക്കരുത് പ്ലീസ്. അത് പറയുമ്പോൾ ദേവിൻ്റെ സ്വരത്തിൽ നനവ് ഊറിയിരുന്നു. അവൻ്റെ വാക്കുകളിലെ ആത്മാർത്ഥത അഖിലിന് മനസ്സിലായിരുന്നു. അവന് സ്വയം പുച്ഛം തോന്നി. അവളുടെ ആരുമല്ലാത്തൊരുത്തന് അവളോടുള്ളൊരു ആത്മാർത്ഥതയും സ്നേഹവുമൊന്നും അവളെ താലി കെട്ടിയ തനിക്കില്ലാതെ പോയല്ലോ, അവൻ ഓർത്തു. കൈപ്പിടിയിൽ നിന്നും എല്ലാം ചോർന്നു പോകുന്നത് പോലെ അവന് തോന്നി. ആലോചിക്കുമ്പോൾ ഒന്നിനും ഒരറ്റവും കിട്ടാത്തതുപോലെ. അവന് തല പെരുക്കുന്നത് പോലെ തോന്നി. അവൻ 2 തള്ളവിരലും നെറ്റിയോട് ചേർത്ത് വെച്ച് മെല്ലെ ഒഴിഞ്ഞു. അഖിലേ, ദേവ് വിളിച്ചതും അഖിൽ അവനെ മുഖമുയർത്തി നോക്കി. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. ഇനി ഒന്നും പറയല്ലേ ദേവാ. ഞാൻ ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാ. എല്ലാം എൻ്റെ തെറ്റാ, എൻ്റെ മാത്രം തെറ്റ്. അത് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇനി അത് തിരുത്താൻ പറ്റുമോ എന്നെനിക്കറിയില്ല. ചിലപ്പോൾ ഈ ചതിയിൽ തന്നെ ഞാൻ മരിച്ചു പോയേക്കാം. ഷോപ്പിലിപ്പോൾ കുറച്ച് പൈസ ഇറക്കിയിട്ടേ ഉള്ളൂ. ലാഭം കിട്ടി വരാൻ സമയം പിടിക്കും. പിന്നെയുള്ളത് വീടാണ്.
അത് പണയം വെച്ചാലും സമയമെടുക്കും. ഇല്ലെങ്കിൽ അവൾ ചോദിച്ച പണം അവളുടെ മുഖത്തേക്ക് എറിഞ്ഞുകൊടുത്ത് ഞാൻ ഇതിൽ നിന്നും തലയൂരിയേനെ. ഇതിപ്പോ ഞാൻ എന്താ ചെയ്യുക? 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയാണോ? ഞാൻ എന്താ ചെയ്യുക? ഞാൻ ആരോടാ ചോദിക്കുക? എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല ദേവാ. അത്രയും പറയുമ്പോൾ വല്ലാതെ ദയനീയമായിരുന്നു അഖിലിൻ്റെ അവസ്ഥ. ദേവിന് പിന്നെയൊന്നും പറയാൻ തോന്നിയില്ല. എടാ, നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. നീ എൻ്റെ ബെസ്റ്റല്ലേ? ഇനിയും നീ തെറ്റിലേക്ക് പോവാതിരിക്കാൻ, നിന്നെ സ്നേഹിക്കുന്നവരെ ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇത്രയെങ്കിലും പറയണ്ടേടാ. അങ്ങനെയല്ലേ നല്ലൊരു കൂട്ടുകാരൻ? ഞാനെന്നും നിന്റെ നല്ലതല്ലേ ആഗ്രഹിച്ചിട്ടുള്ളൂ? ദേവ് അഖിലിൻ്റെ കയ്യിൽ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് അറിയാടാ, നീ നല്ലവനാ. നിന്നെപ്പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയതാ എൻ്റെ ഭാഗ്യം. അഖിൽ ഒരു നേർത്ത ചിരിയോടെ പറഞ്ഞു. എടാ, അവളൊരു പാവമാ. ദേവ് അത് പറഞ്ഞതും അഖിൽ ദേവിനെ നോക്കി വീണ്ടും ഒന്ന് ചിരിച്ചു. അതും എനിക്കറിയാമെടാ. അവൾ നല്ല കുട്ടിയാ, നല്ല കുട്ടി. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ ഒരുത്തൻ അവൾക്ക് ചേരില്ല. പ്രത്യേകിച്ചും ഇനി ചേരാൻ പാടില്ല. അഖിലൊരു നോവ് നിറഞ്ഞ ചിരിയോടെ തന്നെ പറഞ്ഞു. എടാ, അങ്ങനെയൊന്നല്ല ഇനി ചിന്തിക്കേണ്ടത്. കുറ്റബോധമുള്ളൊരു മനസ്സ്, അതുണ്ടല്ലോ നിനക്ക്. അതാടാ ഏറ്റവും വലിയ കാര്യം. ദേവ് അത് പറഞ്ഞതും അഖിൽ ഇല്ലെന്ന പോലെ വിലങ്ങനെ തലയാട്ടി. എന്നാ ശരി, അത് പിന്നെയുള്ള കാര്യമല്ലേ. അതപ്പോ നോക്കാം. ഇപ്പോ ആ നിത്യയിൽ നിന്നും എങ്ങനെ തലയൂരുമെന്ന് നോക്കാം. എന്തായാലും നീ ധൈര്യമായിരിക്കി, ഞാനില്ലേ കൂടെ. ദേവ് അഖിലിൻ്റെ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദേവിൻ്റെ മുഖം കാണുമ്പോൾ, അതിലുപരി അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ അഖിലിന് വല്ലാത്തൊരു ധൈര്യം തോന്നിയിരുന്നു. അഖിലും ആ കൈകൾക്കുമേൽ തൻ്റെ കൈ ചേർത്ത് വെച്ചു. അവളെവിടെ? കഴിച്ചോ? അന്ന് രാത്രി സുഭദ്രാമ്മ വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോഴാണ് അഖിൽ അത് ചോദിച്ചത്. അവൻ്റെ ആ ചോദ്യം അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു വേള അവരുടെ കണ്ണുകൾ വിടർന്നു. നീ എന്താ ചോദിച്ചേ? അവർ വീണ്ടും ചോദിച്ചു. നിങ്ങളൊക്കെ കഴിച്ചോന്ന്. അവൻ തലയുയർത്താതെ തന്നെ പറഞ്ഞു. അല്ല, നീ അങ്ങനെയല്ലാലോ ചോദിച്ചേ. സുഭദ്രാമ്മ വീണ്ടും ചോദിച്ചു. അല്ല, അത് അവളെ ഇവിടെ കണ്ടില്ലാലോ, അതാ ചോദിച്ചേ. അവനൊരു ചമ്മലോടെ തന്നെ പറഞ്ഞു. ഇല്ല, ഞാനും അവളും ഒരുമിച്ച് കഴിച്ചോളാം. അവരത്രയും പറയുമ്പോൾ അവരുടെ ഉള്ളിലൊരു വല്ലാത്ത സമാധാനം തോന്നിയിരുന്നു. പിന്നെയും പ്രതീക്ഷകൾ പൂവിടുന്നതുപോലെ. എന്നാൽ അടുക്കളയിലൊരുത്തി ചുമരോട് ചാരി നിന്ന് കണ്ണീരൊഴുക്കുന്നത് ആരും അറിഞ്ഞില്ലെന്ന് മാത്രം. അവൾക്കറിയാമായിരുന്നു അവനിപ്പോൾ ഇത് ചോദിച്ചത് പോലും ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന്. എങ്കിലും എവിടെയോ ആശിച്ചു പോകുന്നു തൻ്റെ കഴുത്തിൽ താലി കെട്ടിയവൻ്റെ സ്നേഹം, ആ സംരക്ഷണം. അപ്പോഴും അവൾ, നിത്യ, അമൃതയുടെ ഉള്ളിൽ ആ പേര് തീക്കനൽ കോരിയിട്ടുകൊണ്ടിരുന്നു. അന്ന് രാത്രി ഉറക്കം അവനെ തൊട്ടു നോക്കിയതേയില്ല. ഇരുട്ട് സ്ഥാനം പിടിച്ച മുറിയിലൂടെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറെ ചരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി. പക്ഷേ ഉറക്കം മാത്രം അവനെ തേടി വന്നില്ല. അവൻ പതിയെ എഴുന്നേറ്റ് താഴേക്ക് നടന്നു. ഉമ്മറവാതിൽ തുറന്ന് പുറത്തേക്ക് വന്നതും തണുത്തൊരു കാറ്റ് അവനെ ഒന്ന് തഴുകി കടന്നുപോയി. അവൻ മെല്ലെ കണ്ണുകൾ അടച്ചതിനെ സ്വീകരിച്ചു. പിന്നെ പതിയെ മുറ്റത്തേക്കിറങ്ങി. മുറ്റത്തൊരു സൈഡിലായി ഇട്ടിരിക്കുന്ന കൽബെഞ്ചിലായി അവൻ ചെന്നിരുന്നു. ചിന്തകൾ നൂല് പൊട്ടിയ പട്ടം പോലെ ദിശയറിയാതെ പാറി നടക്കുന്നുണ്ട്. രാവിലത്തെ ദോശയ്ക്കുള്ള അരി അരച്ചിട്ടില്ലല്ലോ എന്നോർത്തപ്പോഴാണ് അമൃത പെട്ടെന്ന് എഴുന്നേറ്റത്. കാര്യം അറിഞ്ഞപ്പോൾ ഞാനും കൂടെ വരാമെന്ന് സുഭദ്രാമ്മ പറഞ്ഞെങ്കിലും അവൾ അതിന് സമ്മതിച്ചില്ല. അവൾ അടുക്കളയിലേക്ക് നടക്കുമ്പോഴാണ് ഉമ്മറത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നത്. ഈ വാതിലാരാ ഇങ്ങനെ തുറന്നിട്ടത്? ഇനി അടയ്ക്കാൻ മറന്നുപോയോ എന്നൊരു ചിന്തയോടെയാണ് അവൾ വാതിലിനടുത്തേക്ക് നടന്നത്. വാതിൽക്കലെത്തിയതും അവൾ വെറുതെ ഒന്ന് ഉമ്മറത്തേക്ക് തല മാത്രം പുറത്തേക്കിട്ട് നോക്കി. ഇനി വല്ല കള്ളനുമാവോ എന്നൊരു ചെറിയ പേടി അവൾക്ക് തോന്നാതെയും ഇരുന്നില്ല. ഉമ്മറത്ത് ആരെയും കാണാതെ വന്നതും അവൾ വാതിലടയ്ക്കാൻ ഒരുങ്ങുമ്പോഴാണ് മുറ്റത്തെ കൽബെഞ്ചിലാരോ ഇരിക്കുന്നത് പോലെ തോന്നിയത്. ഒരു നിമിഷം അവളിലൂടെ ഒരു പേടിയുടെ മിന്നൽ പിണർ പാഞ്ഞുപോയി. ഒന്നാർത്തു കരയണമെന്നുണ്ട്, പക്ഷെ അതിനും സാധിക്കുമെന്ന് തോന്നുന്നില്ല. തൊണ്ടയാകെ വറ്റി വരണ്ടിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് പെട്ടെന്ന് ആകാശത്തു നിന്നൊരു മിന്നൽ പിണർ താഴേക്ക് പതിച്ചത്. ആ വെളിച്ചം ധാരാളമായിരുന്നു അവൾക്ക് അവനെ തിരിച്ചറിയാൻ. അവളുടെ പോയ ജീവൻ തിരികെ വന്നു എന്ന് വേണം പറയാൻ. അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി അവനെ കണ്ടപ്പോൾ. ഈ മനുഷ്യന് ഇതെന്താ, ഭ്രാന്താണോ? ഈ സമയത്ത് ഇവിടെ വന്നിരുന്ന് ആളെ പേടിപ്പിക്കാൻ? ഓ, മറ്റവളോട് സല്ലപിക്കാൻ വേണ്ടി വന്നതാവും.
അവൾ പുച്ഛത്തോടെ മനസ്സിൽ അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അവനു വേണ്ടി ഇനി ഒരിക്കലും സങ്കടപ്പെടില്ലെന്ന് മനസ്സിനെ എത്ര പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും എന്തോ നെഞ്ചിലൊരു കൊളുത്തിപ്പിടിച്ച വേദന. പക്ഷേ കണ്ണുകൾ ഇനിയും അവനു വേണ്ടി നിറയ്ക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല. അടുക്കളയുടെ ജനലിലൂടെ നോക്കിയാൽ അവനിരിക്കുന്ന അവിടം ശരിക്കും കാണാം. മിക്സിയിൽ അരി അരയ്ക്കുകയാണെങ്കിലും കണ്ണുകൾ ഇടയ്ക്കിടെ അവൻ്റെ നേരെ അനുസരണയില്ലാതെ പാഞ്ഞു ചെല്ലുന്നു. പക്ഷേ അവൻ്റെ ഇരിപ്പിൽ അവൾക്കെന്തോ പന്തികേട് തോന്നി. അവളെ ഫോൺ ചെയ്യാൻ വേണ്ടിയാകും അവൻ പുറത്തേക്ക് വന്നതെന്നാണ് താൻ കരുതിയത്. എന്നാൽ ഏതോ ഒരു ദിശയിലേക്ക് നോട്ടം നട്ടിരിക്കുന്ന ആളൊന്ന് അനങ്ങിയിട്ട് പോലുമില്ല. എന്തോ വലിയ ചിന്തയിലാണെന്ന് ഉറപ്പാണ്. എന്തായിരിക്കും സംഭവം? അവൾ ചിന്തിച്ചു. ചിലപ്പോൾ അവൾ ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ രണ്ടും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടാകും. അവൾ തന്നെ അതിനുള്ള ഉത്തരവും കണ്ടെത്തി. അടുക്കളയിലെ ജോലിയെല്ലാം തീർത്ത് മുറിയിലേക്ക് പോകുമ്പോൾ വെറുതെ ഉമ്മറത്തെ വാതിൽക്കൽ ചെന്നൊന്ന് പുറത്തേക്ക് എത്തി നോക്കി. അപ്പോഴും അവൻ അതേ ഇരിപ്പിരിക്കുന്നുണ്ട്. എന്തായിരിക്കും സംഭവം എന്നാലോചിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവനിൽ അങ്ങനെ ഒരു ഭാവമാറ്റം ഉണ്ടായത്. അവളൊരു ഞെട്ടലോടെ അവനെ ഒന്ന് നോക്കി. കഠിനമായ ഹൃദയസമ്മർദ്ദം കൊണ്ടാകണം തലയ്ക്കകത്തു നിന്നും എന്തൊക്കെയോ മൂളുന്നത് പോലെ അവന് തോന്നിയത്. 2 കൈകൾ കൊണ്ടും അവൻ തലയ്ക്കടിച്ചുകൊണ്ടിരുന്നു. പിന്നെ ആ കൈകളെടുത്ത് 2 കൈകൊണ്ടും മുഖം പൊത്തി കരഞ്ഞു. പ്രതീക്ഷിക്കാത്തത് കണ്ട ഞെട്ടലിലായിരുന്നു അമൃത അപ്പോഴും. എന്തോ കാര്യമായ പ്രശ്നം അവനെ അലട്ടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ്റെ യാതൊരു കാര്യത്തിലും ഇടപെടാൻ താൻ അവൻ്റെ ആരുമല്ലെന്ന അവൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നതും അവൾ അവിടെ നിന്നും പതിയെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി. എന്നാൽ തീർത്തും യാന്ത്രികമായിട്ടായിരുന്നു അവളുടെ കാലുകൾ അകത്തേക്ക് പോകുന്നതിനു പകരം അവൻ്റെ നേരെ ചലിച്ചത്. അവൾ മെല്ലെ അവനരികിൽ ചെന്നു നിന്നു. എന്നാൽ അവൾ തന്നരികിൽ വന്നു നിന്നതൊന്നും അവൻ അറിഞ്ഞതേയില്ലായിരുന്നു. അവൻ വീണ്ടും തലമുടിയിൽ പിടിച്ചു വലിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൾ അവൻ്റെ തോളിൽ തൻ്റെ കരം ചേർത്തത്. അവൻ പെട്ടെന്നൊന്ന് ഞെട്ടി. അമ്മയായിരിക്കും. ഇനി അമ്മയോട് എന്തു പറയുമെന്നാണ് അവൻ ചിന്തിച്ചത്. ആ ഒരു ചിന്തയോടെ തന്നെയാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. എന്നാൽ പിറകെ നിൽക്കുന്നവളെ കണ്ടപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടിയത്. അത് അവൻ്റെ മുഖത്തും തെളിഞ്ഞു കാണാമായിരുന്നു. അവൻ അവളെ തന്നെയൊന്ന് നോക്കി. അവൻ്റെ മുഖത്തെ അപ്പോഴത്തെ ഭാവം എന്തെന്ന് അവൾക്ക് മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല. എന്ത് വിഷമമാണെങ്കിലും വേഗം മാറിപ്പോവും. ഇങ്ങനെ ടെൻഷൻ ആവരുത്. ധൈര്യമുണ്ടെങ്കിൽ ഏത് വലിയ പ്രശ്നവും നേരിടാൻ പറ്റും. സ്വയം തളർന്നു പോകാൻ തീരുമാനിച്ചാൽ പിന്നെ ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ സാധിച്ചെന്ന് വരില്ല. എന്ത് പ്രശ്നമാണെങ്കിലും ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. ധൈര്യത്തോടെ മുൻപോട്ട് പോയാൽ മാത്രം മതി. അത്രമാത്രമേ അവൾ അവനോട് പറഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ആ വാക്കുകളിൽ തനിക്ക് ആവശ്യമായ ആത്മവിശ്വാസവും ധൈര്യവും ആവോളം നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് അവന് തോന്നി. അവൻ അവളെ അത്ഭുതമൂറിയ കണ്ണുകളാലെ നോക്കി. അവൻ്റെ നോട്ടം കണ്ടതും അവളിലൊരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. നല്ല മഴക്കോളുണ്ട്. പോരാത്തതിന് നല്ല മഞ്ഞും. സമയമാകുമ്പോൾ അകത്തേക്ക് വന്നോളൂ. വെറുതെ പുറത്തിരുന്ന് തണുപ്പടിച്ച് വയ്യാതെയാകണ്ട. അവൾ അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടക്കാനൊരുങ്ങി. അങ്ങനെയൊന്നും പറയണമെന്ന് അവൾ വിചാരിച്ചതല്ല. പക്ഷേ എല്ലാം യാന്ത്രികമായിരുന്നു. നീ വിചാരിക്കുന്നത് പോലെയൊരു ചെറിയ പ്രശ്നമല്ല എന്നെ അലട്ടുന്നതെങ്കിലോ? തിരിഞ്ഞു നടക്കാനൊരുങ്ങിയ അവളുടെ കാലുകളെ പിടിച്ചു കെട്ടിയത് അവൻ്റെ ശബ്ദമായിരുന്നു. അവൾക്ക് അത്ഭുതം തോന്നി. ആദ്യമായിട്ടായിരുന്നു അവനിൽ നിന്നും ഇത്രമേൽ സാധാരണമായൊരു സംസാരം കേൾക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ അവൻ്റെ വാക്കുകളിൽ വല്ലാത്തൊരു നനവൂറി നിൽക്കുന്നത് പോലെ. നീ വിചാരിക്കുന്നത് പോലെയൊരു ചെറിയ പ്രശ്നമല്ല എന്നെ അലട്ടുന്നതെങ്കിലോ? അവൻ വീണ്ടും ചോദിച്ചു. പിന്നെ എന്താണാവോ പ്രശ്നം? അവൾക്കങ്ങനെയാണ് ചോദിക്കാൻ തോന്നിയത്. അത് പിന്നെ അവൻ എന്ത് പറയണമെന്നറിയാതെ തപ്പിക്കളിച്ചു. അവൾ അവനെ തന്നെ നോക്കി നിന്നു. എന്തേ? അവൻ്റെ തപ്പിക്കളി കണ്ടവൾ വീണ്ടും ചോദിച്ചു. അത് ഞാൻ പറയുമ്പോൾ നീ എങ്ങനെ? എന്തേ? ആ നിത്യ അവൾ ചതിച്ചോ? അവൻ്റെ സംസാരത്തിന് തടയിട്ടുകൊണ്ട് അമൃത അത് ചോദിച്ചതും അഖിൽ ശരിക്കും ഞെട്ടി. അത് അവൻ്റെ മുഖത്തു നിന്നും അമൃതയ്ക്ക് മനസ്സിലായിരുന്നു. നീ ഇതെങ്ങനെ? ഒരു ഞെട്ടലോടെ തന്നെ അവൻ അവളോട് ചോദിച്ചു. ദേവ് ഇനി ഇവളോട് പറഞ്ഞിട്ടുണ്ടാകുമോ? അഖിൽ ആദ്യം അങ്ങനെയാണ് ചിന്തിച്ചത്. ഏയ് ഇല്ല, അവൻ ഒരിക്കലും ഇത് അവളോട് പറയില്ല. ഞങ്ങൾ തമ്മിൽ ഒരുമിക്കാൻ തൻ്റെ അമ്മയെപ്പോലെ മറ്റൊരാൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ദേവാണ്. അതുകൊണ്ട് അവൻ ഒരിക്കലും പറയില്ല. പിന്നെ ആരായിരിക്കും? ഇനി നിത്യ അവളായിരിക്കുമോ? അങ്ങനെയെങ്കിൽ എന്തായിരിക്കും അവൾ ഇവളോട് പറഞ്ഞിട്ടുണ്ടാവുക?
കാര്യങ്ങളെല്ലാം അമ്മയും അറിഞ്ഞിട്ടുണ്ടാകുമോ? അവൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. എൻ്റെ ദൈവമേ, ഞാനിനി എന്തു ചെയ്യും? എന്തു പറയും? ഞാൻ എങ്ങനെ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കും? അവൻ ഒന്നുകൂടി വെട്ടി വിയർത്തു. അവളുടെ മറുപടി എന്തെന്നറിയാൻ അവൻ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. എന്നാൽ അതിനുത്തരം പറയാതെ അവളൊരു നേർത്ത ചിരിയോടെ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്തത്. പോവല്ലേ? അത് കണ്ടവൻ അവളെ പിറകിൽ നിന്നും വിളിച്ചു. നിൽക്ക്, പോവല്ലേ. നിന്നോടാരാ ഇത് പറഞ്ഞത്? നീ എങ്ങനെയാ ഇത് അറിഞ്ഞത്? അവൻ ചോദിച്ചു. അത് കേൾക്കെ അവൾ അവന് നേരെ തിരിഞ്ഞു നിന്നു. അത് ഞാൻ പറയണോ? അവൾ അവനെ നോക്കി ചോദിച്ചു. അവനൊന്ന് മൂളി. അതോ, കഴുത്തിൽ താലി കെട്ടിയ പെണ്ണിനെ മുറിയിലാക്കി നിങ്ങൾ അന്ന് രാത്രി അവളുടെ അടുത്തേക്ക് പോയില്ലേ? അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് നിങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പാതി അവൾ, ആ നിത്യയാണെന്ന്. അമൃത അത് പറയുമ്പോൾ കുറ്റബോധം കൊണ്ടോ എന്തോ അവൻ്റെ മുഖം താഴ്ന്നു പോയിരുന്നു. അന്ന് ഒരുപാട് നേരം ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ പുറത്തേക്ക് എഴുന്നേറ്റ് പോയത് രാത്രികളെ അധികവും ഉറങ്ങാതെ തള്ളി നീക്കുന്ന എനിക്ക് പെട്ടെന്ന് അറിയാൻ കഴിയുമായിരുന്നു. എന്നാൽ പുറത്തേക്ക് പോയ ആളെ മണിക്കൂർ ഒന്നായിട്ടും കാണാതെ വന്നപ്പോൾ എന്തോ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ തോന്നുന്നു ഒരിക്കലും അന്ന് ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വരരുതായിരുന്നെന്ന്. കാരണം അന്ന് ഞാൻ കേട്ടത് ഇന്നും എനിക്ക് ഓർക്കാൻ വയ്യ. അതുവരെയും ഞാൻ എൻ്റെ അമ്മയെപ്പോലെ കരുതുന്ന നിങ്ങളുടെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഒരിക്കലെല്ലാം ശരിയാവുമെന്ന്, നിങ്ങൾ എന്നെ സ്നേഹിക്കുമെന്ന്. ഞാനും അത് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് സത്യം. അല്ലെങ്കിലും താലി കെട്ടിയവൻ്റെ സ്നേഹവും കരുതലും ആഗ്രഹിക്കാത്തവർ ആരാണുണ്ടാവുക? എന്നാൽ അതിനും എനിക്ക് ഭാഗ്യമോ അർഹതയോ ഇല്ലെന്ന് മനസ്സിലായ ആ രാത്രി ഞാൻ എൻ്റെ ആ തീരുമാനം അങ്ങ് മാറ്റി. നിങ്ങളെന്ന എൻ്റെ ആഗ്രഹം ഞാൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഇനി ഒരിക്കലും എന്നിലേക്ക് തിരിച്ചു വരാത്തതുപോലെ. സ്നേഹിക്കുന്നവരാണ് ഒന്നിക്കേണ്ടത്, ഒരുമിച്ച് ജീവിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായി ഒരിക്കലും ഞാൻ വരില്ല. അതുകൊണ്ടാണ് അന്ന് രാത്രിക്ക് ശേഷം നിങ്ങളുടെ മുറിയുടെ ഒരു മൂലയിൽ പോലും ഞാൻ അന്തി ഉറങ്ങാൻ വരാത്തത്. വാതിൽ വരുമ്പോൾ അടച്ചാൽ മതി. അത് പറഞ്ഞു നിർത്തിയതും എന്തെങ്കിലും പറയാൻ അഖിലിന് ഒരവസരം കൊടുക്കാതെ അവൾ അകത്തേക്ക് നടന്നു നീങ്ങി. അവൾ പോകുന്നത് കണ്ണെടുക്കാതെ നോക്കി നിന്നു. അപ്പോ അവളെല്ലാം അറിഞ്ഞിരുന്നുവോ? അതുകൊണ്ടാണോ അവൾ ജോലിക്ക് പോയത്? കുറച്ചു ദിവസമായി അവളെ ഇവിടെ കാണാതിരുന്നത്? അവനൊന്ന് ഓർത്തു നോക്കി. ശരിയാണ്, കുറച്ചു ദിവസമായി താൻ ശരിക്കൊന്ന് അവളെ കണ്ടിട്ട്. തൻ്റെ എല്ലാ കാര്യങ്ങളും കുറച്ചു ദിവസങ്ങളായി ചെയ്യുന്നത് അമ്മയാണ്. അവനാകെ വല്ലായ്മ തോന്നി. കുറച്ചു നേരം കൂടെ അവൻ അവിടെ ഇരുന്ന ശേഷം പതിയെ മുറിയിലേക്ക് ചെന്നു. മുറിയിൽ അവളില്ല. അവൾ അമ്മയുടെ കൂടെ കിടന്നിട്ടുണ്ടാവുമെന്ന് അവന് തോന്നി. ആദ്യമായി ആ മുറിയിൽ അവൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് പോലും അവന് ആ നിമിഷം തോന്നിപ്പോയി. അവൻ വേഗം ഫോണെടുത്ത് ദേവിനെ വിളിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ദേവിനും അത്ഭുതമായിരുന്നു. അതിനേക്കാളേറെ അവളെ ഓർത്ത് ദേവിന് വല്ലാത്ത അഭിമാനം തോന്നി. അവളാണ് പെണ്ണ്, ഒരുത്തന് മുൻപിലും തലകുനിക്കാതെ മുന്നോട്ട് ജീവിക്കാൻ ധൈര്യമുള്ളവൾ. ഒരു കാര്യത്തിൽ അഖിലിനും ദേവിനും സമാധാനം തോന്നി. എന്തൊക്കെയായാലും അവൾ ഇതുവരെ സുഭദ്രാമ്മയോട് സത്യമൊന്നും തുറന്നു പറഞ്ഞില്ലാലോ എന്നോർത്ത്. കൂട്ടത്തിൽ നിത്യ ഇപ്പോൾ അഖിലിനെ ഭീഷണിപ്പെടുത്തുന്ന കാര്യവും ആരും അറിഞ്ഞിട്ടില്ല എന്നത് ഏറെ ആശ്വാസകരമായിരുന്നു. എല്ലാം ശരിയാവുമെന്നും തൽക്കാലം ഇപ്പോൾ ആരും അറിയാതെ നിത്യയുടെ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാമെന്നും പറഞ്ഞ് ദേവ് ഫോൺ വെച്ചു. ദേവ് എന്ന കൂട്ടുകാരൻ അഖിലിന് അത്രമേൽ ആശ്വാസമായിരുന്നു. അതിലുപരി വല്ലാത്തൊരു ധൈര്യമായിരുന്നു. അന്ന് രാത്രി അഖിലിന് ഉറക്കം വന്നതേയില്ല. കുറെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നെന്നല്ലാതെ ഉറക്കം അവൻ്റെ കണ്ണുകളെ തൊട്ടു നോക്കിയതുപോലുമില്ല. പുലർച്ചെ എപ്പോഴോ ആണ് അവൻ ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കുമ്പോൾ നേരം നന്നേ വെളുത്തിരുന്നു. ദേവിൻ്റെ കോളാണ് അഖിലിനെ ഉണർത്തിയത്. ഫോണെടുത്തതും നിനക്കൊരു സന്തോഷവാർത്തയുണ്ട്, ന്യൂസ് വെച്ച് നോക്കാനായിരുന്നു ദേവ് പറഞ്ഞത്. അഖിൽ അവൻ പറഞ്ഞതുപോലെ വേഗത്തിൽ ന്യൂസ് വെച്ചു. ന്യൂസിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ അവനിൽ വല്ലാത്തൊരു ആനന്ദം പടർത്തി. അതെ, അത് തന്നെയായിരുന്നു നിത്യയുടെ മരണം. പുലർച്ചെ നടന്നൊരു കാർ ആക്സിഡന്റ്. കണ്ടുനിന്നവരെല്ലാം പറയുന്നത് കാർ ചെന്ന് ബസ്സിലിടിക്കുകയായിരുന്നു എന്നാണ്. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ആൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്നും മനസ്സിലായി. പിന്നെ കേസും കൂത്തും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരാളുടെ മരണത്തിൽ താൻ ആദ്യമായിട്ടായിരിക്കും സന്തോഷിക്കുന്നതെന്ന് അവന് തോന്നി. അവനൊന്ന് ആർത്തു വിളിക്കണമെന്ന് തോന്നി. എന്നാൽ ടിവിയിലെ ന്യൂസിലേക്കും അഖിലിൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കുകയായിരുന്നു അമൃത.
അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് നിത്യ അവൾ അവനെ ചതിച്ചെന്നാണ്. താനടക്കമുള്ള ഒരുപാട് ചെറുപ്പക്കാരെ വലവീശി പിടിച്ച് ചതിച്ച അവൾക്ക് അവരുടെയെല്ലാം പ്രാർത്ഥനയും ശാപവുമാണ് ഇങ്ങനെയെല്ലാം വരാൻ കാരണമെന്ന് അവന് തോന്നി. അല്ലെങ്കിൽ അവൾ ചതിച്ചവരിൽ ആരോ ഒരാൾ അവൾക്കിട്ടു പണിതു. അല്ല, അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളെപ്പോലെയുള്ളവരൊന്ന് കണ്ണോ കയ്യോ കാണിച്ചാൽ ഭാര്യയെയും കുടുംബത്തെയും മറന്ന് അവളുടെ പിന്നാലെ പോകുന്ന തന്നെപ്പോലെയുള്ള ചെറുപ്പക്കാരെ വേണം ആദ്യം കുറ്റം പറയേണ്ടത്. അവൻ തനിക്കരികിൽ ഞെട്ടലോടെ നിൽക്കുന്ന അമൃതയിലേക്കൊന്ന് നേർത്തൊരു പുഞ്ചിരിയോടെ നോക്കി. അത് മനസ്സിലായിട്ടെന്നോണം അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. വീണ്ടും ഒരു 2 മാസങ്ങൾക്ക് ശേഷം അഖിലടക്കം സുഭദ്രാമ്മയും ദേവുമെല്ലാം അവളുടെ തീരുമാനം അറിയാൻ ഒരുപോലെ നോക്കി നിൽക്കുകയാണ്. ശരി, ഞാൻ സമ്മതിക്കാം. എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ പറിച്ചെറിഞ്ഞ നിങ്ങളെന്ന സ്വപ്നം ഞാൻ വീണ്ടും എന്നിലേക്ക് തന്നെ ചേർത്തു വയ്ക്കാം. പക്ഷേ എനിക്ക് ജോലിക്ക് പോകണം. PSC ക്ലാസ്സിനും പോകണം. പഠിച്ച് ജോലി വാങ്ങണം. എനിക്ക് എൻ്റേതായൊരിടത്ത് എത്തിച്ചേരണം. ജോലി സർക്കാർ ജോലിയോ പ്രൈവറ്റ് ജോലിയോ എന്തോ ആയിക്കോട്ടെ. ദൈവത്തിന് യോജിച്ച എന്ത് ജോലിയും ആണിനു മാത്രമല്ല പെണ്ണിനും ഒരു മുതൽക്കൂട്ടാണ്. എന്നെപ്പോലെ തനിച്ചായി പോയവൾക്ക് മുന്നോട്ടേക്ക് ജീവിക്കാനുള്ള ധൈര്യവും. അത് പറഞ്ഞവൾ നേരെ നോക്കിയത് സുഭദ്രാമ്മയുടെ മുഖത്തേക്കാണ്. അവിടെ നിറഞ്ഞ പുഞ്ചിരിയാണ്. ആ പുഞ്ചിരി തന്നെയായിരുന്നു അവിടത്തെ ഓരോ ചുണ്ടിലും നിറഞ്ഞു നിന്നത്. അത് പതിയെ അവളിലേക്കും വ്യാപിച്ചിരുന്നു.